വചന ശുശ്രൂഷയ്ക്കായിട്ട് നമ്മൾ പ്രവേശിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ, ഞങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടാകണമേ, ഞങ്ങളെ നയിക്കണമേ, നേർവഴി ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. പാപത്തെ തോൽപ്പിക്കാനും പൈശാചിക ശക്തികളെ തോൽപ്പിക്കാനും വിശുദ്ധിയിൽ വ്യാപരിക്കുവാനും ആത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. ഒരു പുത്തൻ പെന്തക്കോസ്തായുടെ വലിയ അനുഭവം ഞങ്ങൾക്ക് തരണമേ. പരിശുദ്ധ അമ്മയിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവേ, യേശുവിൻ്റെ മാമോദീസ വേളയിൽ പിതാവായ ദൈവത്തിൻ്റെ സ്വരത്തോടൊപ്പം പ്രാവിൻ്റെ ചിറകടി രൂപത്തിൽ താഴേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവേ, സിഹ്യോൻ മാളികയിൽ പെന്തക്കോസ്താ നാളിൽ പരിശുദ്ധ അമ്മയുടെ മേലും സ്ലീഹന്മാരുടെ മേലും അഭിഷേകം നൽകി അവരെ ബലപ്പെടുത്തിയ ധൈര്യപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, സാവൂളിനെ പൗലോസാക്കി മാറ്റിയ പരിശുദ്ധാത്മാവേ, സ്തേഫാനോസിനെ ബലപ്പെടുത്തിയ പരിശുദ്ധ റൂഹായെ, സഭയെ ഇന്ന് നയിക്കുന്ന ആത്മാവേ, ഇപ്പോൾ ഞങ്ങളിൽ വന്ന് വസിക്കണമേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. അന്ധതയെല്ലാം മാറ്റണമേ, പാപത്തെ കത്തിച്ചാമ്പലാക്കണമേ. നേരായ പാതയിലൂടെ ഞങ്ങൾ നടക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് വഴികാട്ടിയായിരിക്കണമേ. തെറ്റായ വഴിയിലല്ല, ലോകത്തിൻ്റെ മോഹത്തിലല്ല, പിന്നെയോ സ്വർഗത്തെ മാത്രം നോക്കിക്കൊണ്ട് സ്വർഗം നൽകുന്ന സമ്മാനത്തെ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് വിശുദ്ധിയിൽ വ്യാപരിക്കുവാൻ ഓ ആത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവത്തിൻ്റെ ശക്തിയെ, ദൈവത്തിൻ്റെ വരദാനമേ, സ്വർഗത്തിൻ്റെ ശക്തിയെ ഇപ്പോൾ ഞങ്ങളിൽ വന്ന് നിറയണമേ. ഈ വചന ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ വചനം ഞങ്ങളെ സ്പർശിക്കുവാൻ, വചനം ഞങ്ങളുടെ ഹൃദയങ്ങളെ കീറി മുറിക്കുവാൻ, എല്ലാ തടസ്സങ്ങളും നീങ്ങുന്ന കർത്താവിൻ്റെ വചനം, പാറയെ പോലെ തകർക്കുന്ന കൂടത്തെ പോലെയുള്ള ദൈവത്തിൻ്റെ വചനം ഇപ്പോൾ ഞങ്ങളുടെ എല്ലാ ഹൃദയങ്ങളെ, ഞങ്ങളുടെ എല്ലാ ബന്ധനങ്ങളെ, ഞങ്ങളുടെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന എല്ലാ തടസ്സങ്ങളെ, വാതിലുകളെ അതെല്ലാം തകർക്കപ്പെട്ട് കർത്താവെ ഞങ്ങൾക്കൊരു വഴി കാണിച്ചു തരുവാൻ നിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ വഴി നടത്തുമാറാകണമേ. നമുക്ക് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങ് ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തിയേറിയ മധ്യസ്ഥതയാൽ ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളിൽ വന്ന് വസിക്കണമേ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, നിൻ്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധ റൂഹായെ നന്ദി. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയമുള്ളവരെ, നമ്മൾ വലിയ നോമ്പിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നു. പകുതി നോമ്പ് കഴിഞ്ഞു. നമ്മളിനി ഓശാനയിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നു. ഓശാന, പിന്നെ പെസഹ, ദുഃഖവെള്ളി, ദുഃഖശനി, ഈസ്റ്റർ, അങ്ങനെ വലിയ നോമ്പിൻ്റെ സമാപനത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇതൊരു വലിയ നോമ്പിൻ്റെ ധ്യാനമായിട്ട് അങ്ങ് നമുക്ക് കാണാം. പ്രിയമുള്ളവരെ, നമ്മൾ ഈ വചനത്തിലൂടെ നമ്മൾ വചനം കേൾക്കുമ്പോഴും വചനം വായിക്കുമ്പോഴും ഒക്കെ നമുക്ക് ഒറ്റ ലക്ഷ്യമേ ഉണ്ടാകാവൂ. എന്തായിരിക്കും അത്? എന്താ പറഞ്ഞോ? ഉറക്കെ പറ, എംപോസിഷൻ തരില്ല. സ്വർഗം. വേറെ എന്തെങ്കിലും ഉത്തരവുണ്ടോ? നമ്മൾ വചനം വായിക്കുമ്പോഴും ഇതുപോലെ വചന ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോഴും എന്തിന്? വിശുദ്ധ കുർബാന വചനമാണ്. മനസ്സിലായോ? വിശുദ്ധ കുർബാനയെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടല്ലോ. അപ്പോൾ അടുത്ത ഞാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ വിശുദ്ധ കുർബാനയിൽ പാടുന്ന പാട്ടുകളൊക്കെ അതൊക്കെ ബൈബിളിൽ എവിടെയാണ് ഉള്ളത്? അത് എല്ലാറ്റിനും ഒരു വചനം ബേസുണ്ട്. വചനത്തിൻ്റെ അടിസ്ഥാനമില്ലാതെ നമ്മുടെ സഭയുടെ കൂദാശകളൊന്നും കാണില്ല. മനസ്സിലായോ? വചനത്തിൻ്റെ ഒരു അടിസ്ഥാനമുണ്ട് അതിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ വചനം ഇപ്പോൾ വിശുദ്ധ കുർബാനയ്ക്ക് സംബന്ധിക്കുമ്പോഴൊക്കെ നമ്മൾ വചനം കേൾക്കുകയാണ്.
അപ്പോൾ ഈ വചനം കേൾക്കുമ്പോഴൊക്കെ നമുക്ക് ഒരു ലക്ഷ്യം വേണം. ഒന്ന് പറഞ്ഞു സ്വർഗം വേണമെന്ന് പറഞ്ഞു. ഇനി വേറെ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? വേറെ എന്തെങ്കിലും ലക്ഷ്യം? അതായത് നമ്മൾ അങ്ങ് വിശ്വസിക്കണം, ദൈവവചനത്തെ കണ്ണും പൂട്ടി വിശ്വസിക്കണം. ഇതിനകത്ത് ഒരിക്കലും ചോദ്യം ഉണ്ടാകരുത്. മനസ്സിലായോ? ഇത് ഇങ്ങനെയാണോ, അതങ്ങനെയാണോ, ഇതിങ്ങനെ ചില മദ്യപാനികളൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ അതായത് ഒരു വിശ്വാസമില്ലാതെ വചനത്തെ അനാവശ്യമായിട്ട് വളച്ചൊടിക്കുക, അല്ലെ വചനം അതെന്താണോ പറയുന്നത് അത് അതേപോലെ അങ്ങ് വിശ്വസിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുക. ചില മദ്യപാനികളൊക്കെ അങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അതായത് ചിലരോടൊക്കെ എൻ്റെ ചേട്ടാ ചേച്ചി കുടിക്കല്ലേ, മദ്യപിക്കരുതേ എന്നൊക്കെ പറയുമ്പോൾ ഒരു ചെറിയൊരു ഒരു ശതമാനം അവർ തിരിച്ചു പറയുന്നത് എന്താണെന്നറിയാമോ? എൻ്റെ അച്ഛാ, കാനായിലെ കല്യാണ വീട്ടിൽ കർത്താവ് ഇല്ല വെള്ളത്തെ വീഞ്ഞാക്കി. ഇല്ല, നമ്മളെല്ലാവരും ഇല്ലേ, നമുക്കറിയാം അങ്ങനെ ചില ഉദാഹരണങ്ങൾ ചിലർ പറയുന്നത്. കാനായിലെ വെള്ളത്തെ കർത്താവ് വീഞ്ഞാക്കി. അപ്പോൾ പിന്നെ അത് കർത്താവ് മദ്യപിക്കാനുള്ള ഒരു അനുവാദം തന്നെയല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ വചനത്തെ വളച്ചൊടിച്ചുകൊണ്ട് എൻ്റെ ചില ജീവിതത്തിന് വേണ്ടി വചനത്തെ വളച്ചൊടിച്ചുകൊണ്ട് ഞാനങ്ങ് ജീവിക്കുക. അങ്ങനല്ല. അല്ലാതെ എൻ്റെ മക്കളെ, നമ്മൾ ദൈവവചനത്തെ നമ്മൾ കേൾക്കുമ്പോഴൊക്കെ നമ്മൾ കണ്ണും പൂട്ടി അങ്ങ് വിശ്വസിക്കും. ഇതെനിക്ക് കിട്ടും, ഇതെനിക്ക് വേണ്ടിയാണ്. മനസ്സിലായോ? ഇത് വേറെ ആർക്കും വേണ്ടിയില്ല, ഇത് എനിക്ക് വേണ്ടിയാണ്. അതങ്ങ് വിശ്വസിക്കണം. നമ്മളങ്ങനെ വിശ്വസിച്ച ഒരു മനുഷ്യൻ്റെ പേര് നമ്മൾ ആദ്യം കേൾക്കാൻ പോവാം കേട്ടോ. ഞാൻ ഇന്ന് ഈ ഒരു ശുശ്രൂഷ മാക്സിമം ഞാൻ എൻ്റെ ശബ്ദം കൺട്രോൾ ചെയ്തേ പോകത്തുള്ളൂ കേട്ടോ. അഥവാ എൻ്റെ ശബ്ദം എങ്ങാനും കൂടുകയാണെങ്കിലും ഒന്ന് കൈവൊക്കിയേക്ക്. മറ്റേ ക്രിക്കറ്റിൽ അമ്പയർ കൈവെക്കുമല്ലോ, ഔട്ട്, അതേപോലെ. ഞാൻ ഒരു പള്ളിയിൽ ഈ കഴിഞ്ഞ ദിവസം വെട്ടിത്തിട്ട പള്ളി അവിടെ കടയ്ക്കാമണ്ണിൽ ശുശ്രൂഷയ്ക്ക് പോയ സമയത്ത് അവിടെ ഇവിടെയൊക്കെ കൈവെക്കുന്നുണ്ട്. മനസ്സിലായി? ഇഷ്ടംപോലെ കൂട്ടൗട്ടായിരുന്നു അവിടെ. മനസ്സിലായോ? അപ്പം അങ്ങനെ കൈപൊക്കിയേ കേട്ടോ. എന്നാലും മാക്സിമം ഞാൻ ഒന്ന് കൺട്രോൾ ചെയ്ത് സംസാരിക്കൂ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഒരു വചനത്തെ കണ്ണും പൂട്ടി വിശ്വസിച്ചു, അതവന് നീതീകരണമായി മാറി. അങ്ങനെ ഒരു വ്യക്തിയുണ്ട് ബൈബിളിൽ, അബ്രഹാം. അല്ലേ? അബ്രഹാത്തെ നമ്മൾ അബ്രഹാത്തെ വിളിക്കുന്നത് എങ്ങനെയാ? വിശ്വാസികളുടെ പിതാവെന്നാണ് വിളിക്കുന്നത്. എൻ്റെ മക്കളെ, വിശ്വാസികളുടെ പിതാവെന്ന് അബ്രഹാത്തെ വിളിക്കുമ്പോൾ അത് കേൾക്കാൻ സുഖമാണ്, വിളിക്കാൻ സുഖമാണ്. പക്ഷേ അബ്രഹാം എങ്ങനെയാണ് വിശ്വസിച്ചേ? അബ്രഹാം എങ്ങനെ അബ്രഹാം വിശ്വസിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നൊരു സംഭവം ഏതാ? ഇസഹാക്കിനെ മാമോദീസല്ലോ, ബലി കഴിക്കാൻ കൊണ്ടുപോകുന്നത്. ഇസഹാക്കിനെ ബലി കഴിക്കാൻ കൊണ്ടുപോകുന്നത് മോറിയ മലയിലേക്ക്. ഇല്ലേ? മോറിയ മലയല്ലേ? അല്ല, ഏതാ? എനിക്കും കൂടെ കൺഫ്യൂഷനാവും. മോറിയ മലയിലേക്ക് ഇസഹാക്കിനെ ബലികഴിക്കാൻ കൊണ്ടുപോകുമ്പോൾ ഇല്ലേ, ഇസഹാക്ക് അബ്രഹാത്തോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്താ അപ്പോൾ? വിറകുണ്ട്, തീയുണ്ട്, അഗ്നി ഇല്ല, എല്ലാ ആയുധം എല്ലാം ഉണ്ട്. പക്ഷേ എന്തുമാത്രമില്ല? ബലിക്കുള്ള കുഞ്ഞാടില്ല. അതെവിടെ? ബലിക്കുള്ള കുഞ്ഞാടവിടെ. അപ്പോൾ അബ്രഹാം പറയുന്ന മറുപടി എന്താ? മക്കളെ, ബലിക്കുള്ള കുഞ്ഞാടിനെ ആര് തരും? ദൈവം തരും. ഹല്ലേലൂയ. ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തരും. അപ്പോൾ അതാണ് നമ്മൾ വിശ്വാസികളുടെ പിതാവ് എന്ന് അബ്രഹാത്തെ വിളിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു സംഭവം ഇതാ. എന്നാൽ ഞാൻ മറ്റൊരു സംഭവം കൂടെ നിങ്ങളെ പഠിപ്പിക്കും. അബ്രഹാത്തിൻ്റെ ജീവിതത്തിൽ നടന്ന, അബ്രഹാം വിശ്വസിച്ച മറ്റൊരു സംഭവം കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അത് പ്രഭാഷകൻ 44:19 ഒന്ന് എടുക്കാമോ? പ്രഭാഷകൻ, ബൈബിളുണ്ടോ? അതുകൊണ്ട് ബൈബിൾ ഇവിടെ ഒരെണ്ണം ഇരിപ്പുണ്ട്. അതുകൊണ്ട് പ്രഭാഷകൻ 44:19 ഉണ്ടോ? ടെക്നോളജിയാ, ബൈബിൾ മൊബൈലിലൊക്കെയാ. അത് അവിടെ അബ്രഹാത്തിൻ്റെ ഒരു വിശ്വാസത്തെ പറ്റി എഴുതി വെക്കുന്നുണ്ട്. പ്രഭാഷകൻ 44:19. സങ്കീർത്തനങ്ങൾ, സുഭാഷിതങ്ങൾ, സഭാപ്രസംഗൻ, ഉത്തമഗീതം, ജ്ഞാനം, പ്രഭാഷകൻ. 44:19. അനേക ജനതകളുടെ പൂർവ്വപിതാവായിരുന്നു അബ്രഹാം. ഉണ്ടോ? മഹത്വത്തിൽ അവന് സമനായി ആരുമില്ല. ഓക്കെ, അതെന്തുകൊണ്ടാണ്? അത് തൊട്ട് താഴെ എഴുതി വെക്കുന്നുണ്ട്. എന്താ? അവൻ അത്യുന്നതൻ്റെ നിയമം പാലിക്കുകയും അവിടുന്ന് അവനുമായി ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു. കണ്ടോ? അപ്പോൾ മഹത്വത്തിൽ സമനായി അബ്രഹാത്തെ പോലെ വേറെ ആരുമില്ല. എന്തുകൊണ്ടാണ്?
ഒറ്റ ഉത്തരവേ ഉള്ളൂ, അവൻ അത്യുന്നതിൻ്റെ ദൈവത്തിൻ്റെ നിയമം പാലിച്ചു, വചനം പാലിച്ചു, കൽപ്പന അനുസരിച്ചു, ഇല്ലേ? അപ്പോൾ ഇനി ഇതും കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ ഇതിലെങ്ങനെ അബ്രഹാത്തെ നമുക്ക് വിശ്വാസികളുടെ പിതാവെന്ന് വിളിക്കാനുള്ള സംഭവം എവിടെ തോന്നാം. കാരണം ഇതിനകത്ത് സംഭവമൊന്നുമില്ല. അബ്രഹാത്തെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ തരുക, ഇല്ലേ, ഒരു വിവരണം തരുക. പക്ഷേ ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. അത് ഉൽപ്പത്തി 15 എടുക്കുക. ഉൽപ്പത്തി 15 3 മുതൽ 6 വരെയുള്ളൊരു വാക്യങ്ങളുണ്ട്. ഉൽപ്പത്തി 15 3 മുതൽ 6 വരെ. 3-ാം അധ്യായം വായിക്കേ. അബ്രഹാം തുടർന്നു. കണ്ടോ, അബ്രഹാം കർത്താവിനോട് പറയാം, കർത്താവേ, നീ എനിക്കൊരു സന്താനത്തെ തന്നിട്ടില്ല. എൻ്റെ വീട്ടിൽ പിറന്ന ദാസരിൽ ഒരുവനായിരിക്കും എൻ്റെ അവകാശി. വായിച്ചോ. കണ്ടോ, വീണ്ടും അവന് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി, നിൻ്റെ അവകാശി അവനായിരിക്കില്ല. അതായത് ദാസിയുടെ മകനല്ല മോനെ നിനക്ക് നിൻ്റെ അവകാശി, പിന്നെയോ ആരാ? നിൻ്റെ മകൻ തന്നെ, ഇസഹാക്ക് തന്നെയാണ് നിൻ്റെ അവകാശി. ഓക്കെ, അത് കഴിഞ്ഞ് ഒരു സംഭവം നടക്കുന്നുണ്ട്. അതാണ് ഞാൻ നിങ്ങളെ പറഞ്ഞു തരുന്നത്. അത് കഴിഞ്ഞ് എന്താ നടക്കുന്നത്? കണ്ടോ, അവിടുന്ന് കർത്താവ് അബ്രഹാമിനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു. എന്ത് പറഞ്ഞു? ആകാശത്തിലേക്ക് നോക്കുക, ആ കാണുന്ന നക്ഷത്രങ്ങളുടെ എണ്ണമെടുക്കാൻ കഴിയുമോ? നിന്റെ സന്താന പരമ്പരയും അതുപോലെ ആയിരിക്കും. അടുത്ത വാക്യം, അവൻ കർത്താവിൽ വിശ്വസിച്ചു, അവിടുന്ന് അവന് അത് നീതീകരണമായി കണക്കാക്കി. ഹല്ലേലൂയ. അപ്പോൾ ഇനി സംഭവത്തിലേക്ക് ഞാൻ എത്തുക. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് ഇസഹാക്കിനെ ബലി കഴിക്കാൻ പോയത്, ഇല്ലേ? എന്നാൽ ഒന്നും കൂടെ ഉണ്ട്. അത് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ആഴമായൊരു അബ്രഹാത്തിൻ്റെ വിശ്വാസം മനസ്സിലാകും. അതായത് ഇവിടെ ദൈവം അബ്രഹാത്തെ തൻ്റെ ഭവനത്തിൽ നിന്ന്, തൻ്റെ കൂടാരത്തിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞു? ആകാശത്തിൽ നോക്കാൻ പറഞ്ഞു. ആകാശത്തിൽ നോക്കിയിട്ട് ദൈവം അബ്രഹാത്തോട് എന്താ പറഞ്ഞേ? നീ ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളെ എണ്ണാൻ പറ്റുന്നുണ്ടോ? ഇല്ല, ഇല്ലേ? അതേപോലെ ആയിരിക്കും നിൻ്റെ സന്താന പരമ്പരകളും, ഇല്ലേ? ശരിയല്ലേ? നമ്മളിപ്പം രാത്രിയിലൊക്കെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി മേലോട്ട് നോക്കിയാൽ നക്ഷത്രം കാണും. നമുക്ക് എണ്ണാൻ പറ്റുമോ? ഇല്ല, എണ്ണാൻ പറ്റത്തില്ല, ഇല്ലേ? നമ്മുടെ രാജാനാണെങ്കിൽ 10 കഴിഞ്ഞാൽ പിന്നെ അറിയാത്തതുകൊണ്ട് 10 വരെ എണ്ണത്തുള്ളൂ, എങ്ങനെയെങ്കിലും ഇല്ലേ? എണ്ണാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതിലെന്തോ വലിയ കാര്യം, ഇല്ലേ? ഇതിലല്ലേ രാത്രി ഒരാളെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നക്ഷത്രത്തെ നോക്കിയിട്ട് നിനക്ക് എണ്ണാൻ പറ്റുമോ? ഇല്ല. അതേപോലെ എൻ്റെ മക്കൾ ഇതിലെന്താ ഇരിക്കുന്നേ തോന്നാം. എന്നാൽ കുറച്ചും കൂടെ താഴോട്ട് വരുമ്പോൾ എൻ്റെ മക്കളെ, അബ്രഹാം ഇത് എങ്ങനെ വിശ്വസിച്ചപ്പോൾ ഇതെങ്ങനെ നീതീകരണമായി മാറി എന്ന് മനസ്സിലാകും. അത് ഉൽപ്പത്തി 15 ആ അധ്യായം തന്നെ 12-ാമത്തെ വാക്യം. 15-12 കണ്ടോ, സൂര്യൻ അസ്തമിച്ചു കൊണ്ടിരുന്നപ്പോൾ അബ്രഹാം ഗാഢനിദ്രയിൽ ആണ്ടു. മതി. ഓക്കെ, ഇതെല്ലാം നടന്നിട്ടാണ് എന്ത് നടക്കുന്നത്? അബ്രഹാത്തെ ദൈവം പുറത്തേക്ക് കൊണ്ടുപോകുന്നു, നക്ഷത്രത്തെ നോക്കാൻ പറയുന്നു, എന്നിട്ട് നക്ഷത്രത്തെ എണ്ണാൻ കഴിയില്ലല്ലോ, അതേപോലെ ആയിരിക്കും നിൻ്റെ മക്കൾ എന്ന് പറയുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്താണ് സംഭവിച്ചത്? ഇതെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത് എന്താ സംഭവിച്ചേ? സൂര്യൻ അസ്തമിച്ചു കൊണ്ടിരുന്നപ്പോൾ. നിങ്ങൾക്ക് എന്താ മനസ്സിലായേ? ഇതിലെന്താ മനസ്സിലായേ? അതായത് അബ്രഹാത്തിന് ദൈവം ഈ സംഭവം എല്ലാം കാണിക്കുമ്പോൾ സൂര്യൻ അസ്തമിച്ചിട്ടില്ല. മനസ്സിലായോ? ഇതെല്ലാം കഴിഞ്ഞിട്ട് അബ്രഹാം ബലി അർപ്പിക്കുന്നുണ്ട്. ബലി അർപ്പിക്കുമ്പോഴും സൂര്യൻ അസ്തമിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതിനകത്ത് എഴുതുന്നുണ്ട്, അതായത് 3 വയസ്സ് ദൈവം കൽപ്പിച്ചതനുസരിച്ച് 3 വയസ്സ് വീതം പ്രായമുള്ള ഒരു പശുക്കിടാവ്, ഒരു പെണ്ണാട്, ഒരു മുട്ടനാട് എന്നിവയെയും ഒരു ചെങ്ങാലിയെയും ഒരു ഇളം പ്രാവിനെയും എനിക്കായി കൊണ്ടുവരിക. അബ്രഹാം അവയെല്ലാം കൊണ്ടുവന്നു. അവയെ 2ആയി പിളർന്ന് ഭാഗങ്ങൾ നേർക്ക് വെച്ചു. പക്ഷികളെ അവർ പിളർന്നില്ല. പിണത്തിന്മേൽ കഴുകന്മാർ ഇറങ്ങി വന്നപ്പോൾ അബ്രഹാം അവയെ ആട്ടി ഓടിച്ചു. സൂര്യൻ അസ്തമിച്ചു കൊണ്ടിരുന്നപ്പോൾ അബ്രഹാം ഗാഢനിദ്രയിലാണ്ടു. കണ്ടോ? അപ്പോൾ അബ്രഹാമിനെ ദൈവം പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ സൂര്യൻ അസ്തമിച്ചിട്ടില്ല. നക്ഷത്രങ്ങളെ നോക്കുക എന്ന് പറഞ്ഞ് അബ്രഹാത്തെ കൊണ്ട് ആകാശത്തേക്ക് ദൈവം നോക്കിപ്പിക്കുമ്പോൾ സൂര്യൻ അസ്തമിച്ചിട്ടില്ല.
ഇത് കഴിഞ്ഞിട്ട് ദൈവം അബ്രഹാത്തോട് ബലിയർപ്പിക്കാൻ പറയുന്നുണ്ട്. ബലിയർപ്പിക്കാനുള്ള മൃഗങ്ങളുടെ ലിസ്റ്റ് കൊടുത്തിട്ട് ഇന്ന മൃഗങ്ങളെ ബലിയർപ്പിക്കണം എന്ന് പറയുമ്പോഴും സൂര്യൻ അസ്തമിച്ചിട്ടില്ല. ബലിയർപ്പണമെല്ലാം കഴിഞ്ഞപ്പോൾ വചനം എഴുതി വെക്കുകയാണ്, സൂര്യൻ അസ്തമിച്ചിട്ടില്ല, പക്ഷേ അസ്തമിച്ചു കൊണ്ടിരുന്നു എന്നാ. അപ്പോൾ എൻ്റെ മക്കളെ, ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ചിന്തിക്കുക. ഇങ്ങനെയാണെങ്കിൽ ദൈവം അബ്രഹാത്തെ പുറത്തേക്ക് കൊണ്ടുപോയി നക്ഷത്രങ്ങളെ നോക്കിപ്പിച്ചത് എപ്പോഴായിരിക്കും? വൈകിട്ടോ? ഒരു നട്ടുച്ചയ്ക്കാ ഇല്ലേ? ഒരു നട്ടുച്ച സമയത്താ. ഇനി നട്ടുച്ച പോട്ടെ, ഒരു 3 മണി കൂട്ടാം, ഒരു വൈകുന്നേരം 3 മണി. കാരണം അത് കഴിഞ്ഞ് ഇത്രയും സാധനങ്ങൾ ചെയ്യണം ഇല്ലേ? മൃഗങ്ങളെ പിടിച്ചുകൊണ്ട് വരണം, അവയെ കൊല്ലണം, കീറണം, ബലി പീഠത്തിൽ വെക്കണം, ഇത്രയും കാര്യങ്ങൾ പിന്നെ ചെയ്യണം ഇല്ലേ? അതെല്ലാം അപ്പോൾ നോക്കിക്കോണേ. അതായത് സൂര്യൻ അസ്തമിച്ചിട്ടില്ല, നല്ല നട്ടുച്ച അല്ലെങ്കിൽ സൂര്യൻ നല്ല കത്തി നിൽക്കുന്ന സമയത്ത് ദൈവം അബ്രഹാത്തിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് മേലോട്ട് നോക്കിയിട്ട് നക്ഷത്രങ്ങളെ നോക്കാൻ പറയാം. എൻ്റെ മക്കളെ, സൂര്യൻ ഇപ്പോൾ ഈ സമയത്ത് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി മേലോട്ട് നോക്കിയാൽ നക്ഷത്രത്തെ കാണാൻ പറ്റുമോ? ഇല്ല. അതാണ് അബ്രഹാമിൻ്റെ വിശ്വാസം. മനസ്സിലായി? അതാണ് അബ്രഹാമിൻ്റെ വിശ്വാസം. അത് വിശ്വസിച്ചപ്പോൾ അവസാനം 6:15 എഴുതി വെക്കുന്നത് എന്താ? അവൻ കർത്താവിൽ വിശ്വസിച്ചു, അവിടുന്ന് അവന് അത് നീതീകരണമായി കണക്കാക്കി. ഹല്ലേലൂയ. നമ്മളോടാണിത് പറയുന്നതെങ്കിലോ നമ്മളെന്താ തിരിച്ചു പറയുന്നത്? സംഗതി ഇയാൾ ദൈവമൊക്കെ തന്നെയാണ്, പക്ഷെ മനുഷ്യനെ പറ്റിക്കാതെ പോയിക്കൊള്ളാൻ പറയും അല്ലേ? എന്നെ ഒരുമാതിരി മണ്ടനാക്കരുത്, നട്ടുച്ചയ്ക്ക് എവിടെ ഇരിക്കുന്ന നക്ഷത്രം അല്ലേ? അതാണ് മക്കളെ അബ്രഹാമിൻ്റെ വിശ്വാസം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ വിശ്വാസികളുടെ പിതാവെന്ന് അബ്രഹാമിനെ വിളിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പാവം പിടിച്ച മനുഷ്യൻ വിശ്വസിച്ചു എന്നുള്ളതാണ്. ഇതാണ് നമുക്ക് വേണ്ടത്. ഈ കണ്ണും പൂട്ടിയുള്ള വിശ്വാസമാണ് എൻ്റെ മക്കളെ നമുക്ക് വേണ്ടത്. ഇങ്ങനെ വിശ്വസിക്കണമെങ്കിൽ ഈ വചനം എന്നിൽ സംഭവിക്കും. ഇത് വേറെ ആർക്കും വേണ്ടിയല്ല പറയുന്നത്, ഇത് എനിക്ക് വേണ്ട. ഇപ്പോൾ വചനം ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഇത് എന്നിലും സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കണം. ഇത് കേൾക്കുന്നത് നിങ്ങളും വിശ്വസിക്കണം. വിശുദ്ധ കുർബാന സംബന്ധിക്കുന്ന സമയത്ത് വിശുദ്ധ കുർബാന അച്ഛൻ ചൊല്ലുന്നത് എനിക്ക് വേണ്ടി മാത്രമാണ് എന്ന ഒരു വിശ്വാസം ഉണ്ടാകണം. മനസ്സിലായോ? എൻ്റെ അപ്പുറം ഇപ്പുറം എല്ലാ ആൾക്കാരുണ്ട്, ശരിയാ, പക്ഷേ അച്ഛൻ കുർബാനുള്ളത് എനിക്ക് വേണ്ടി മാത്രമാണ്. ഈ ഒരു കണ്ണടച്ചുള്ളൊരു വിശ്വാസം ഉണ്ടാകണം. എനിക്ക് വേണ്ടി മാത്രം അച്ഛൻ കുർബാന ചൊല്ലുന്നത്. അങ്ങനെ വിശ്വസിക്കുമ്പോഴേ എനിക്ക് ആ കുർബാനയിൽ ഭംഗിയോടെ നിൽക്കാൻ പറ്റൂ. മനസ്സിലായോ? അല്ലെങ്കിൽ കുർബാനയെ നമുക്ക് അങ്ങോട്ട് ശ്രദ്ധ പോയി ഇങ്ങോട്ട് ശ്രദ്ധ പോയി, കുർബാന ഒരു 5-10 മിനിറ്റ് നീണ്ടുപോയി, ഇതെന്താ ഇങ്ങനെ നീണ്ടുപോകുന്നത് തോന്നാം. അങ്ങനല്ല, ഇത് എനിക്ക് വേണ്ടി മാത്രം അച്ഛൻ ചൊല്ലുന്നതെന്ന് ആ ഒരു വിചാരവും ആ ഒരു വിശ്വാസവും ഉണ്ടാകണം. അങ്ങനെ വിശ്വസിച്ചപ്പോൾ എൻ്റെ മക്കളെ, ഞാൻ പറഞ്ഞല്ലോ, ആ വിശ്വാസത്തിന് ആഴം പറഞ്ഞു തരാനാ അബ്രഹാത്തെ ഒന്ന് കൂട്ടുപിടിച്ചത്. അങ്ങനെ ആഴമായ വിശ്വാസം നിന്നിൽ സംഭവിക്കുമ്പോൾ നിന്നിൽ എന്തുണ്ടാകുമെന്നറിയാമോ? നിന്നിൽ ദൈവത്തിൻ്റെ ജീവൻ ഉണ്ടാകും. ആഴമായ വിശ്വാസം, ദൈവവചനത്തെ പ്രതി ആഴമായ വിശ്വാസം നിന്നിൽ ഉണ്ടാകുമ്പോൾ നിന്നിൽ ദൈവത്തിൻ്റെ ജീവൻ ഉണ്ടാകും. അത് യോഹന്നാൻ 20:31 എടുക്കുക. യോഹന്നാൻ 20:31 യോഹന്നാൻ ശ്ലീഹ സുവിശേഷത്തിൽ എഴുതി വെക്കുകയാണ്. എന്തിനാണ് ഈ വചനം? എന്തിനാണ് കർത്താവ്? എന്തിനാണ് നമ്മുടെ വിശ്വാസം? യോഹന്നാൻ 20:31 കിട്ടിയോ? കണ്ടോ? എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ, കണ്ടോ, ആദ്യം കണ്ടോ വിശ്വാസം, നിങ്ങൾ വിശ്വസിക്കുന്നതിനും അടുത്ത എന്താ? അങ്ങനെ വിശ്വസിക്കുന്നത് വഴി നിമിത്തം നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. കാരണം അതാ ഞാൻ പറഞ്ഞത്, വചനം വിശ്വസിക്കുന്നതിലൂടെ ജീവൻ സമ്പാദിക്കുന്നു. ആ ജീവൻ ദൈവത്തിൻ്റെ ജീവൻ കിട്ടുന്നു. മനസ്സിലായോ? യോഹന്നാൻ എഴുതി വെക്കുക. അതായത് എന്താ എഴുതി? എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം. കണ്ടോ? അങ്ങനെ നീ വിശ്വസിക്കുമ്പോൾ, ഈ വചനം നീ വിശ്വസിക്കുമ്പോൾ, ഈശോയെ നീ വിശ്വസിക്കുമ്പോൾ, കൂദാശകളെ വിശ്വസിക്കുമ്പോൾ, സഭയെ വിശ്വസിക്കുമ്പോൾ, നീ സ്വീകരിച്ച നിന്റെ വിവാഹ ഉടമ്പടിയെ, വിവാഹ കൂദാശയെ നീ വിശ്വസിക്കുമ്പോൾ, എൻ്റെ ജീവൻ എനിക്ക് ദൈവം തന്നതാണ്, ഇത് മറ്റൊന്നിലേക്കും പാപത്തിലേക്ക് പോകേണ്ടതല്ല, ഇത് എനിക്ക് കർത്താവ് തന്നതാണ് ഈ ജീവൻ, അതുകൊണ്ട് കർത്താവിനെ ഞാൻ സ്നേഹിക്കണം എന്നുള്ള വിശ്വാസം നിന്നിൽ സംഭവിക്കുമ്പോൾ ആ വിശ്വാസം വഴി നിങ്ങൾക്ക് യേശുവിൻ്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകും. ഹല്ലേലൂയ. കണ്ടോ? വിശ്വാസം, ജീവൻ. വീണ്ടും യോഹന്നാൻ 10:10
യോഹന്നാൻ 10:10. അവിടെ ഈശോ തന്നെ പറയുന്നുണ്ട്, ഇത് ഞാൻ വന്നത് എന്തിനു വേണ്ടിയാ? ജീവിപ്പിക്കാൻ വേണ്ടിയാ. വായിച്ചോ. യോഹന്നാൻ 10:10 വായിച്ചോ. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. കള്ളനാരാ സുജമാമയെ? ആരാ കള്ളനാരാ? പിശാച്. പക്ഷേ കണ്ടോ, നേരെ വിപരീതമാണ്. ഈശോയ്ക്ക് നേരെ വിപരീതമാണ്. ഈശോ ജീവൻ തരാൻ വരുന്നു, പിശാച് കൊല്ലാൻ വരുന്നു. ഈശോ രക്ഷിക്കാൻ വരുന്നു, പിശാച് നശിപ്പിക്കാൻ വരുന്നു. മനസ്സിലായോ? ഈശോ സഹായിക്കാൻ വരുന്നു, പിശാച് ഉപദ്രവിക്കാൻ വരുന്നു. ഈശോ വളർത്താൻ വരുന്നു, പിശാച് തളർത്താൻ വരുന്നു. ഈശോ വിശുദ്ധനാക്കാൻ വരുന്നു, പിശാച് പാപിയാക്കാൻ വരുന്നു. കണ്ടോ, ഈശോയ്ക്ക് വിപരീതമാണ് പിശാച്. മനസ്സിലായി? അപ്പോൾ അതാണ് ഈശോ തന്നെ പറയാണ്, കൊല്ലാനും നശിപ്പിക്കാനുമാണ് ആര് വരുന്നത്? കള്ളം വരുന്നത്. എന്നാൽ ഈശോ പറയാം, ഞാൻ വന്നത് എന്തിനാ? ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും. കണ്ടോ, അത് സമൃദ്ധമായി ഉണ്ടാകാനാ. അതായത് കർത്താവ് വന്നിരിക്കുന്നത് എനിക്കും നിനക്കും ജീവൻ തരാൻ വേണ്ടിയാ. ജീവൻ, മനസ്സിലായോ? ജീവൻ തരാൻ വേണ്ടിയാ, നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാ. പക്ഷേ അത് ചുമ്മാതെ ഒരു ആവശ്യത്തിന് തരാനല്ല, അത് സമൃദ്ധമായി തരാൻ. ഒരു ശകലം തന്നിട്ട് മതി, ഇത്രയും മതി, ബാക്കി നാളെ തരാമെന്ന് ഒരിക്കലും കർത്താവ് പറയില്ല. നീ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് നിനക്ക് ഇത് മതി, നാളെ വേണ്ടല്ലോ, അങ്ങനല്ല, സമൃദ്ധമായി തരാൻ വേണ്ടിയാ. ഹല്ലേലൂയ, സമൃദ്ധമായി തരാൻ. എൻ്റെ മക്കളെ, മനുഷ്യർക്ക് ഒരിക്കലും ഈ സമൃദ്ധി തരാൻ കഴിയില്ല. മനുഷ്യർക്കൊരിക്കലും, അതാണല്ലോ ഈശോ പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് നിറച്ച് അളന്ന് മടിയിലിട്ട് തരുമെന്നാണ് പറയുന്നത്, അല്ലേ? നിറച്ച് അളന്ന് മടിയിലിട്ട് തരും, നിറച്ച് തരും. മനസ്സിലായോ? പക്ഷെ മനുഷ്യന് ഇത് തരാൻ കഴിയില്ല, ഈശോയ്ക്ക് തരാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറയുന്ന ഒറ്റ ഉത്തരവുള്ളതിന് മക്കളെ, നമ്മൾ കർത്താവിനെ കണ്ണും പൂട്ടി അങ്ങ് വിശ്വസിക്കണം. മനുഷ്യനിലല്ല നമ്മൾ കൂടുതൽ ആശ്രയിക്കേണ്ടത്. മനുഷ്യനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കില്ല മക്കളെ. പ്രാർത്ഥനയില്ലാതെ ജീവിക്കല്ലേ മക്കളെ. ദൈവവചന അനുസരണവും ഇല്ലാതെ ജീവിക്കല്ലേ. കൂദാശയില്ലാതെ ജീവിക്കല്ലേ. സഭയില്ലാതെ ജീവിക്കല്ലേ. ഹല്ലേലൂയ. പലപ്പോഴും നമ്മളൊക്കെ പലപ്പോഴും മനുഷ്യനിൽ കൂടുതൽ ഇങ്ങനെ ആശ്രയിച്ച് മനുഷ്യനെ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾ ജീവിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും കർത്താവിനെ നമ്മളൊക്കെ മറന്നു പോവുകയാണ്. എന്നാൽ മനുഷ്യനൊരിക്കലും നിറച്ച് അളന്ന് തരാൻ കഴിയില്ല, സമൃദ്ധമായി തരാൻ കഴിയില്ല. കർത്താവിന് മാത്രമേ തരാൻ കഴിയൂ. ഒരു തമാശ, ഒരു പണ്ട് കേട്ട ഒരു ചെറിയൊരു തമാശയാണ്. അത് ഞാൻ 2-3 പറഞ്ഞിട്ട് പൊട്ടിപ്പോയി. ആരും ചിരിച്ചില്ല. നിങ്ങളെങ്കിലും ചിരിക്കണം കേട്ടോ. മനുഷ്യൻ, അതായത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞപ്പോൾ നിങ്ങൾ ഇപ്പം നമ്മുടെ അച്ഛൻ എന്നോട് ഒരു 5 രൂപ എന്നോട് ചോദിച്ചാൽ, ഒരു 5 രൂപ എന്നോട് ചോദിച്ചാൽ ഞാൻ തിരിച്ച് പറയുന്നത് 4 രൂപയെ 3 രൂപ എന്തിനാ, 2 രൂപയില്ല, 1 രൂപയുള്ളൂ, കൊണ്ടുപോയിക്കോളാൻ പറയും. മനസ്സിലായി? മനുഷ്യൻ അങ്ങനെ പറയത്തുള്ളൂ. ഒരു 50,000 രൂപ നിങ്ങൾ കടം ചോദിക്കുക ഒരാളോട്, അല്ലെങ്കിൽ എന്നോട് ചോദിക്കുക, എൻ്റെ ഇല്ല, അതൊന്നും പറഞ്ഞു തരില്ല. നിങ്ങൾ എന്നാ ചോദിക്കുക, 50,000 രൂപ നിങ്ങൾ എന്നോട് കടം ചോദിക്കുക, ഞാൻ ആദ്യം പറയുന്നത് ഉത്തരം എന്തായിരിക്കും? ഇതൊരു 2 ദിവസം മുമ്പ് ഒന്ന് ചോദിക്കണ്ടായിരുന്നോ? അന്നുണ്ടായിരുന്നു, ഇന്നില്ല. വേണേൽ ഒരു 10 രൂപ തരാം, ഒരു 10,000 രൂപ തരാം, ഇത് അതേ ഉള്ളൂ. എന്നിട്ട് 10,000 രൂപ തരികയും ചെയ്യും, 25,000 രൂപ ഒരു 25 പേരോട് പറയുകയും ചെയ്യും, 50 പ്രാവശ്യം ചോദിക്കുകയും ചെയ്യും. മനുഷ്യനെങ്ങനെയാ? മനസ്സിലായോ? ഒരിക്കലും ഒരു അച്ഛൻ്റെ പ്രസംഗത്തിൽ ഞാൻ കേട്ടതാണ്. അതായത് ഇങ്ങനെ പറയാം, മക്കളെ, നിങ്ങൾക്ക് ഒരാളോട് പിണക്കം ഉണ്ടാക്കണോ? നിങ്ങൾക്ക് ഒരാളോട് പിണക്കം ഉണ്ടാകണം, അയാൾക്ക് നിങ്ങളോടും പിണക്കം ഉണ്ടാകണം. ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഒന്നുകിൽ നിങ്ങൾ അയാൾക്ക് പൈസ കടം കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ അയാളുടെ കയ്യിൽ പൈസ കടം വാങ്ങിക്കണം. കുറച്ച് കഴിയുമ്പോൾ പിന്നെ പിണക്കം ആയിക്കോളും. ഇല്ലേ? ചോദിച്ച് കുറച്ച് കഴിയുമ്പോൾ മനുഷ്യർക്കൊരു പരിധിയുണ്ട് മക്കളെ. ചില കാര്യങ്ങൾ തരാനൊക്കെ പരിധിയുണ്ട്. പക്ഷെ പരിധിയില്ലാതെ തരാൻ കഴിയുന്ന ഒരു ദൈവം തമ്പുരാനുണ്ട്. ആ ദൈവത്തിൻ്റെ വചനത്തെ വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസം വഴി നിനക്ക് ജീവൻ കിട്ടും. ആ ജീവൻ സമൃദ്ധമായി നിനക്ക് കിട്ടും. ഹല്ലേലൂയ. സമൃദ്ധമായി നിനക്ക് കിട്ടും. അപ്പോൾ എന്ത് ചെയ്യണം? ഈ സമൃദ്ധമായ ക്രിസ്തു നൽകുന്ന സമൃദ്ധമായ ജീവൻ നിനക്ക് കിട്ടണമെങ്കിൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. നിൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിന് 1-ാം സ്ഥാനം കൊടുക്കണം. അല്ലാതെ വേറെ ഒന്നുമില്ല. വേറെ ഇതിനകത്ത് വേറെ ഒരു വഴിയില്ല, ഒന്നുമില്ല. ഈശോയ്ക്ക് 1-ാം സ്ഥാനം കൊടുത്തുള്ള ജീവിതം. അതാണല്ലോ പത്രോസിനോട് ചോദിക്കുന്നത്. യോഹന്നാൻ 21:15 ഒന്ന് എടുക്കാമോ? യോഹന്നാൻ 21:15. അവിടെ പത്രോസിനോട്, ഉയർത്തെഴുന്നേറ്റ കർത്താവ് പത്രോസിനോട് ചോദിക്കുന്നുണ്ട്. വായിച്ച മോളെ, 21:15. അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ശിമയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാൻ്റെ പുത്രനായ ശിമയോനെ, നീ എങ്ങനെ സ്നേഹിക്കുന്നു? നീ
ഇവരെക്കാളധികമായി എന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. യഥാർത്ഥത്തിൽ ഈശോയ്ക്ക് അങ്ങനെയാണോ ചോദിക്കേണ്ടത്? ഈശോ എന്താ ചോദിക്കണ്ടേ? ആൽഫി മോനെ, നീ എന്നെ സ്നേഹിക്കുന്നോടാ? സ്നേഹിക്കുന്നോ? ജോവാനെ, നീ എന്നെ സ്നേഹിക്കുന്നോ? ഉണ്ട്. ഇങ്ങനെയല്ലേ ചോദിക്കണ്ടേ? ഇല്ലേ സോനെ? ഇല്ലേ? അങ്ങനെയല്ലേ ചോദിക്കണ്ടേ? നീ എന്നെ സ്നേഹിക്കുന്നോ? പക്ഷേ ഈശോ എന്താ ചോദിക്കുന്നേ? നീ ഇവരെക്കാൾ. അതായത് ക്രിസ്തുവിന് മുകളിൽ വേറെ ഒന്നും വെക്കരുത്. അതെൻ്റെ ജോലി ആയിക്കോട്ടെ, എൻ്റെ സമ്പത്തായിക്കോട്ടെ, ഇനി എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ ആയിക്കോട്ടെ. മനസ്സിലായോ? ക്രിസ്തുവിന് മുകളിൽ പലപ്പോഴും ഞങ്ങൾക്ക് അച്ഛന്മാർക്ക് പറ്റുന്നൊരു അബദ്ധമുണ്ട്. ഞങ്ങൾ എന്തെങ്കിലും ഒരു ശുശ്രൂഷ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പുറത്തൊരു ജനക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് നിൽക്കും. നിങ്ങൾ വിചാരിക്കും അച്ഛൻ ഞങ്ങളെ കാണാമെന്ന്. ചുമ്മാതാ, നിങ്ങളൊരു 10 പേര് അച്ഛാ സൂപ്പറായിരുന്നു എന്ന് പറ. അത് കേൾക്കാനാണ് നിൽക്കുന്നത്. മറ്റച്ഛന്മാരെനിക്കറിയില്ല, പലപ്പോഴും ഞാനങ്ങനെ നിൽക്കാൻ. ഇനി എന്നെ പറയാലോ. മനസ്സിലായോ? അതായത് ജനത്തിന് വേണ്ടി ഞാനൊരു ശുശ്രൂഷ ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പറയേണ്ടത് എന്താ? കർത്താവേ, ഇത് നിൻ്റെ നാമം ഇതിലൂടെ മഹത്വപ്പെടണം. ഹല്ലേലൂയ. നിൻ്റെ നാമം മഹത്വപ്പെടണം. സങ്കീർത്തനം 115:1 സങ്കീർത്തകൻ പറയുന്നത്, ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, നിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിൻ്റെ നാമം മഹത്വപ്പെടണം. ഞാൻ പഠിക്കുമ്പോഴും, ഞാൻ പരീക്ഷ എഴുതുമ്പോഴും, എനിക്ക് പരീക്ഷ നല്ല ഒരു റിസൾട്ട് കിട്ടുമ്പോഴും എൻ്റെ കഴിവ്, എൻ്റെ ബുദ്ധി, എൻ്റെ തല, എൻ്റെ മണ്ട അങ്ങനെ പറയരുത്. മനസ്സിലായോ? അങ്ങനല്ല പറയേണ്ടത്. ഈശോയെ, നീ തന്നതായത്. ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം. അതാ പത്രോസിനോട് പറയുന്നത്, പത്രോസേ, നീ ഇവരെക്കാളും അധികമായി. മനസ്സിലായോ? നിനക്കിനി, അതായത് പത്രോസിൻ്റെ ഭാവിയേയും കൂടെ കണ്ട് ഈശോ ഇത് പറയുന്നേ. അല്ലാതെ പത്രോസിനോട് മറ്റ് 10 യൂദാസ് മരിച്ചല്ലോ, ബാക്കി 10 പേര്, ആ 10 പേരെയും കാണിച്ചുകൊണ്ട് ഈ 10 പേരെക്കാളും അധികമായി നീ എന്നെ സ്നേഹിക്കുന്നൊന്നുമല്ല. പത്രോസേ, നിനക്കൊരു കഴിവുണ്ടല്ലോ, നിൻ്റെ ആ കഴിവിനേക്കാൾ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പത്രോസേ, ഭാവിയിൽ നിന്നിലൂടെ അനേക അത്ഭുതങ്ങൾ നടക്കും. നീ കൈവെക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകും. നിന്റെ നിഴല് ഏൽക്കുമ്പോൾ രോഗികൾക്ക് സൗഖ്യം കിട്ടും. അങ്ങനെയുള്ള അത്ഭുതകരമായ വലിയ അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നീ കാണുമ്പോഴും ഇവയെക്കാളും അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. മനസ്സിലായോ? നിന്റെ മുമ്പിൽ രക്തസാക്ഷിയാകാനുള്ള ഒരു വഴി ഇല്ലേ? പത്രോസ് തലകീഴായാണല്ലോ കൊല്ലപ്പെട്ടത്, കുരിശിൽ തറയ്ക്കപ്പെട്ടത്. അങ്ങനെ ആകേണ്ട ഒരു കുരിശ് നിന്റെ മുമ്പിൽ നാട്ടപ്പെടുമ്പോൾ ആ കുരിശിനേക്കാളും വലുതായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ചോദ്യം ചോദിക്കണം മക്കളെ. ഞാൻ ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുന്നുണ്ടോ? മനസ്സിലായോ? ഞാൻ ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് എൻ്റെ ആഹാരത്തിന്. എനിക്ക് ഇഷ്ടപ്പെട്ട ആഹാരം. പലപ്പോഴും ഈ നോമ്പിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പലപ്പോഴും പല ചെറുപ്പക്കാർ, ഇന്നലെ ഇതേപോലെ ഒരു സംസാരം ഉണ്ടായി. എന്തിനാ വെച്ചാൽ നമ്മൾ ജീവിച്ചാൽ പോരെ, ഇല്ലേ? ശരിയല്ലേ? നമ്മൾ നല്ല രീതിയിൽ ജീവിച്ചാൽ പോരെ. അല്ലാതെ ഈ ഇറച്ചി ഉപേക്ഷിച്ച് മുട്ടയും വേണ്ടെന്ന് പറഞ്ഞ് മീനും എടുത്ത് കളഞ്ഞിട്ട് ജീവിച്ചുകൊണ്ടെന്ന് പറയാനുണ്ടോ? നല്ല രീതിയിൽ ജീവിച്ചാൽ പോരെ. ശരിയാ, നമ്മുടെ ഈ ഒരു യാമപ്രാർത്ഥനയിൽ അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്. നമ്മൾ വീടുകളിൽ നടത്തിയ സന്ധ്യാപ്രാർത്ഥനയിൽ ഒരു പ്രാർത്ഥനയുണ്ട്. ഭക്ഷണം ഉപേക്ഷിക്കുന്നുണ്ട് നീ, പക്ഷേ സ്നേഹമില്ല, അത് നോമ്പല്ല, ഇല്ലേ? അങ്ങനെ പ്രാർത്ഥനയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആ പ്രാർത്ഥന വെച്ച് ഇങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ എൻ്റെ മക്കളെ, എനിക്ക് പറയാനുള്ള ഈ ഒരൊറ്റ ഉത്തരമാണ്. നിനക്ക് ഇഷ്ടപ്പെട്ട ആഹാരത്തെക്കാളും അധികമായി നീ ഈശോയെ സ്നേഹിക്കുമ്പോഴാണ് നീ നോമ്പെടുക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്ക് ഇഷ്ടപ്പെട്ട ആഹാരത്തെക്കാളും. അതാ പറയുന്നത് എൻ്റെ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഈ യേശുവിന് ഒന്നാം സ്ഥാനം കൊടുക്കണം. അത് നമ്മൾ പലപ്പോഴൊക്കെ നമ്മൾ വീടുകളിലൊക്കെ കട്ടളമേലൊക്കെ ഇങ്ങനെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചേക്കും. എന്താ? ക്രിസ്തു ഈ വീടിൻ്റെ നാഥൻ. ഓഹോ, എന്ത് നല്ലതോ, ഇല്ലേ? ക്രിസ്തു ഈ വീടിൻ്റെ നാഥൻ. എന്നിട്ട് വീടിനകത്ത് മൊത്തം കണ്ണീര് സീരിയലും ജയഹനുമാൻ്റെ സീരിയലും ഒക്കെ കാണുന്നത്. പക്ഷെ നാഥനാരാ? ക്രിസ്തുവാ. പക്ഷെ ഇതൊക്കെ കാണാറുള്ളൂ. അന്യദൈവാരാധന നമ്മുടെ വീടുകളിലൊക്കെ പലപ്പോഴും അന്യദൈവാരാധന, അല്ലെ അന്യദൈവ ആരാധന ഇടങ്ങളിലേക്ക് പോവുക, ആ ആരാധനയിൽ പങ്കെടുക്കുക. മനസ്സിലായോ? അത് നമ്മുടെ ആരാധനയിലേക്ക് അത് കൊണ്ടുവരാൻ നോക്കുക. അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുമ്പോൾ ക്രിസ്തുവിന് ഞാൻ എങ്ങനെ ഒന്നാം സ്ഥാനം കൊടുക്കുന്നേ? ഇല്ല, കൊടുക്കുന്നില്ല. അത്രയേ ഉള്ളൂ. മനസ്സിലായോ? ഹല്ലേലൂയ. അപ്പോൾ ക്രിസ്തുവിന് ഒന്നാം സ്ഥാനം കൊടുത്ത് ജീവിക്കണം. അങ്ങനെ ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോഴാണ് ഈ ജീവൻ കിട്ടുന്നത്. മനസ്സിലായോ? ഇനി ഈ ജീവനെ മറ്റൊരു പേരും കൂടെ പറയാം. ആ ജീവനെ ഞാൻ മറ്റൊരു പേരിൽ വിളിക്കാൻ പോവാണ്. ആ ജീവനാണ് സ്വാതന്ത്ര്യം. മനസ്സിലായോ? ക്രിസ്തുവിന് ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ കിട്ടുന്നത് ദൈവിക ജീവൻ. ആ ജീവനെ ഞാനൊരു പേരിട്ടു, അത് സ്വാതന്ത്ര്യം, ഫ്രീഡം. ഇനി ആ സ്വാതന്ത്ര്യം എന്താണ്? അതാണ് ലൂക്ക 4:18-19. ഒന്നെടുക്കാമോ? ലൂക്ക 4:18-19. ലൂക്ക 4:18-19.
ഈശോ പറയുന്നുണ്ട് ഈ സ്വാതന്ത്ര്യം എന്താണെന്ന് ഈശോ പറയുന്നുണ്ട്. മനസ്സിലായോ? പറഞ്ഞു. ലൂക്ക 4:18-19. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് അഭിഷേകം ചെയ്തിരിക്കുന്നു, അയച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഇത് ഈശോ പറയുന്നതാ. ഈശോ ഈ ലോകത്തിലെ ജനത്തോട് വചനം പറയുകയല്ലേ. ഈശോ ഇറങ്ങി ഗോതയിലേക്ക് ഇറങ്ങി വചനം പറഞ്ഞുകൊണ്ട് ഇറങ്ങുക ജനത്തിൻ്റെ ഇടയിലേക്ക്. അങ്ങനെ ഇറങ്ങി അവൻ സിനഗോഗിൽ പ്രവേശിച്ചു. വായിക്കാനായിട്ട് എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം നൽകപ്പെട്ടു. പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നതായിട്ട് കണ്ടു: ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് തന്നെ അയച്ചിരിക്കുന്നു. ഇതാണ് സ്വാതന്ത്ര്യം. ഇതാണ് സ്വാതന്ത്ര്യം. ചില കെട്ടുകളിൽ നിന്നും നിന്നെ രക്ഷിക്കുന്ന ഒരു സ്വാതന്ത്ര്യം, ചില മാറാ രോഗങ്ങളിൽ നിന്നും നിന്നെ വീണ്ടെടുക്കുന്ന ഒരു സ്വാതന്ത്ര്യം, ചില പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്നും നിന്നെ രക്ഷിച്ചെടുക്കുന്ന ഒരു സ്വാതന്ത്ര്യം, മറ്റുള്ളവർ നിന്നെ തകർക്കാൻ ശ്രമിക്കുമ്പോഴും നീ തകർന്നു പോകാതെ നിനക്ക് രണ്ട് കാലം ചവിട്ടി നിൽക്കാനുള്ള സ്വർഗത്തിൻ്റെ ശക്തി തരുന്ന ഒരു സ്വാതന്ത്ര്യം, പിശാച് നിന്റെ കുടുംബത്തെ തകർക്കാൻ നോക്കുമ്പോഴും പിശാചിൻ്റെ ശക്തി കയ്യിൽ നിന്ന് നിന്നെ വിടുവിക്കുന്ന കർത്താവിൻ്റെ കുരിശിൻ്റെ സ്വാതന്ത്ര്യം. ഹല്ലേലൂയ. നിനക്ക് ജീവനില്ലാതെ വരുമ്പോൾ, നീ പാപാവസ്ഥയിൽ നിന്ന് നിനക്ക് ജീവൻ ഇല്ലാതെ വരുന്ന സമയത്ത് നിനക്ക് നിത്യജീവൻ തരാൻ വേണ്ടി വിശുദ്ധ കുർബാനയിലൂടെ ഈശോ തരുന്ന ഒരു സ്വാതന്ത്ര്യം. ഇതാണ് മക്കളെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അതാണ് ജീവൻ എന്ന് പറയുന്നത്. അതാണ് വിശ്വസിച്ചാൽ നിനക്ക് കിട്ടുന്നത്. ഹല്ലേലൂയ. അതാണ് യേശുവിന് ഒന്നാം സ്ഥാനം നീ നിന്റെ ജീവിതത്തിൽ കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത്. ഈശോ തന്നെ പറയാണ്, ഞാൻ വന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ രക്ഷിക്കാനല്ല, പിന്നെയോ പാപികളെ രക്ഷിക്കാനാ, പാപത്തിൻ്റെ കെട്ടിൽ വീണ് കിടക്കുന്നവരെ രക്ഷിക്കാനാ. മനസ്സിലായോ? അങ്ങനൊരു സ്വാതന്ത്ര്യം നമ്മൾ കണ്ടെത്തണം. അതാണ് യേശയ്യ. അപ്പോൾ ആ സ്വാതന്ത്ര്യം കണ്ടെത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ആ സ്വാതന്ത്ര്യം കണ്ടെത്തണമെങ്കിൽ ഈശോയെ കണ്ടെത്തണം ആദ്യം. യേശയ്യ 55:6 ഉണ്ട്. ഈശോയെ കണ്ടെത്തണം. ഈശോയെ കാണാതെ ഒരിക്കലും ഈ സ്വാതന്ത്ര്യം കിട്ടില്ല, ഈ ജീവൻ കിട്ടില്ല. ഈശോയെ കണ്ടാൽ മാത്രമേ യേശുവിനെ എനിക്ക് ഒന്നാം സ്ഥാനം കൊടുക്കാനായിട്ട് കഴിയുകയുള്ളൂ. യേശുവിനെ കണ്ട യേശയ്യ 55:6 കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ. അവിടുന്ന് കണ്ടോ, അവിടുന്ന് അരികെ ഉള്ളപ്പോൾ ഈശോ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടെന്നേ. മനസ്സിലായോ? അവിടുന്ന് അരികെ ഉള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ. ഹല്ലേലൂയ. ഈശോ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്. ദേവാലയത്തിൽ മാത്രമല്ല യേശുവിൻ്റെ സാന്നിധ്യമുള്ളത്. ഞാൻ യേശുവിൻ്റെ കൂടെ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നിടത്തോളം കാലം ഈശോ എൻ്റെ കൂടെ ഉണ്ട്. അതല്ല, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്തൃ പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. അടുത്ത എന്താ? നിൻ്റെ രാജ്യം വരണമേ. നിൻ്റെ രാജ്യം വരണമേ. ഈ ദൈവരാജ്യം എങ്ങനെയാണ് എന്നിൽ സംഭവിക്കുന്നത്? ദൈവരാജ്യം എന്നിൽ സംഭവിക്കുന്നത് എങ്ങനെയാണ്? യേശു എൻ്റെ കൂടെ ഉള്ളപ്പോഴാണ് ദൈവരാജ്യം എന്നിൽ സംഭവിക്കുന്നത്. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ശരിയോ തെറ്റോന്ന് എനിക്കറിയില്ല. ഈ ജഡ്ജി ഉള്ള ഇടം കോടതിയാണെന്ന് കേട്ടിട്ടുണ്ടോ? അങ്ങനെ കേട്ടിട്ടില്ലേ? ജഡ്ജി ഉള്ള ഇടം കോടതി. അതായത് ഇപ്പോൾ ചിലപ്പോഴൊക്കെ ചില പ്രതികളെ പിന്നെ കോടതി കൊണ്ടുപോകുന്നതിന് പകരം ജഡ്ജിയുടെ വീട്ടിൽ കൊണ്ടുപോകും, ഇല്ലേ പോലീസുകാർ? ജഡ്ജി ഉള്ള ഇടം ഏതാണോ അത് കോടതിയാണ്. അതേപോലെ തന്നെ ഈശോ ഉള്ള ഇടം ഏതാണോ അത് ദൈവരാജ്യമാണ്. നിൻ്റെ ഭവനത്തിൽ ഈശോ ഉള്ളിടത്തോളം കാലം നിൻ്റെ ഭവനം ഒരു ദൈവരാജ്യമാണ്. നിൻ്റെ ഹൃദയം ഈശോ ഉള്ളിടത്തോളം കാലം, വസിക്കുന്നിടത്തോളം കാലം നിൻ്റെ ഭവനം, നിൻ്റെ ഹൃദയം ഒരു ദൈവരാജ്യമാണ്. അപ്പോൾ യേശുവിനെ കണ്ടെത്താൻ കഴിയുന്ന സമയങ്ങളിലെല്ലാം യേശുവിനെ കാണാനായിട്ട് ആഗ്രഹിക്കണം. വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോഴും ഞാൻ ഭവനത്തിലായിരിക്കുമ്പോഴും എൻ്റെ മക്കളെ ഈശോ എൻ്റെ കൂടെയുണ്ട്. അതാണ് യേശയ്യ പറയുന്നത്. എന്താ? അവിടുന്ന് അരികെ ഉള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ. നിന്റെ ഹൃദയം മാമുദീസ ജലത്തിലൂടെയും മൂറോൻ അഭിഷേകത്തിലൂടെയും നീ നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നിടത്തോളം കാലം ഈശോ നിന്റെ കൂടെയുണ്ട്, നിന്റെ ഹൃദയത്തിലുണ്ട്. മനസ്സിലായോ? അപ്പോൾ നിന്റെ ഉള്ളിലുള്ള കർത്താവിനെ നീ കണ്ടെത്തണം. കണ്ടെത്തുന്നത് എങ്ങനെയാ? ഉള്ളിലുള്ള കർത്താവിനെ കണ്ടെത്തിയിട്ട് കർത്താവ് ആഗ്രഹിക്കുന്ന വഴിയിലൂടെ ഞാൻ ജീവിച്ച് കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുക്കണം. അങ്ങനെയാണ് ഞാൻ കർത്താവിനെ കണ്ടെത്തി ജീവിക്കുന്നത്.
കർത്താവിനെ ഞാൻ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? കർത്താവിനെ ഞാൻ എൻ്റെ ഹൃദയത്തിലുള്ള കർത്താവിനെ ഞാൻ കണ്ടെത്തി കർത്താവ് ആഗ്രഹിക്കുന്ന വഴിയിലൂടെ ഞാൻ ജീവിച്ച് എൻ്റെ കർത്താവിനെ ഒന്നാം സ്ഥാനം കൊടുക്കണം. നിങ്ങളുടെ ഭവനം ദൈവം വസിക്കുന്ന ഇടമാണ്. പിതാവിനെ പുത്രനെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ വൈദികൻ ആശീർവദിച്ച ജലം നിങ്ങളുടെ ഭവനത്തിന് കട്ടളമേലും ഭവനം മുഴുവനിലും തളിക്കപ്പെട്ടത് വഴിയായിട്ട് നിങ്ങളുടെ ഭവനം എൻ്റെ മക്കളെ കർത്താവ് വസിക്കുന്ന ഇടമാണ്. അവിടെ കർത്താവുണ്ട്. ആ കർത്താവിനെ നീ കണ്ടെത്തണം. നീ ഓടിക്കുന്ന വാഹനം അത് കർത്താവ് വസിക്കുന്ന ഇടമാണ്. നീ ഓടിക്കുന്ന വാഹനത്തും എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും ഈ ആശീർവദിക്കപ്പെട്ട ജലം പിതാവിനെ പുത്രനെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആശീർവദിക്കപ്പെട്ട ജലത്താൽ എപ്പോഴെങ്കിലും നിന്റെ വാഹനത്തെ നിന്റെ ഒരു വൈദികനാൽ ആശീർവദിക്കപ്പെട്ടതാണെങ്കിൽ നിന്റെ വാഹനം കർത്താവ് വസിക്കുന്ന വാഹനമാണ്. ആ വാഹനത്തിൽ ഇരുന്നു കൊണ്ട് നീ കർത്താവിനെ കണ്ടെത്തണം. അല്ലാതെ ആ വാഹനത്തിൽ ഇരുന്നു കൊണ്ട് നാട്ടുകാരെ കുറ്റവും പറഞ്ഞ് അല്ലെങ്കിൽ കെട്ടവാക്കും പറഞ്ഞ് പോവുകയല്ല വേണ്ടത്. ഹല്ലേലൂയ. മക്കളെ, ഇത് പലപ്പോഴും എനിക്കൊരു തിരിച്ചറിവാൻ ഈ വചനം ഒരുങ്ങുന്ന സമയത്ത് എനിക്കോരോ തിരിച്ചറിവാണ് കിട്ടുന്നത്. അതാ എൻ്റെ തിരിച്ചറിവാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. അതായത് ഒറ്റ വാക്കി പറഞ്ഞാൽ നമുക്ക് ദൈവം ഇല്ലാത്ത ഒരു ഇടം ഇല്ലെന്ന് വേണേൽ പറയാം. ഈ ദൈവം ഇല്ലാത്തൊരു ഇടം ഇല്ലെന്ന് പറയാം. ദൈവം എല്ലായിടത്തും ഉണ്ട്. നമ്മുടെ കർത്താവ് സർവ്വവ്യാപിയാണ്, എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ആ ഉള്ള ദൈവത്തെ നമ്മൾ എവിടെയായിരിക്കുന്നോ അവിടെ കണ്ടെത്തണം. ഹല്ലേലൂയ. അവിടെ കണ്ടെത്തണം. മനസ്സിലായോ? ഞാൻ ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടു. ഒരു വൈദികൻ ഇവിടെ വേറെ രാജ്യത്ത് നടന്നതാണ്. ഒരു വൈദികൻ അബോർഷൻ നടക്കുന്ന ക്ലിനിക്കിൻ്റെ മുമ്പിൽ ഇരുന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. കൊലപാതകം നടക്കുന്നൊരു ക്ലിനിക്ക്, അബോർഷൻ അല്ലേ? അതായത് അവിടെയുള്ള തൻ്റെ ദൈവത്തെ അവൻ കണ്ടു, ആ അച്ഛൻ കണ്ടു, എന്നിട്ട് പ്രാർത്ഥിക്കുക. മനസ്സിലായോ? ആ പ്രവൃത്തിയിൽ ദൈവമില്ല. ആ ഹോസ്പിറ്റലിനകത്ത് നടക്കുന്ന പ്രവൃത്തിയിൽ കർത്താവില്ല. അത് പിശാച. കൊലപാതകമാണ് നടക്കുന്നത്, അവിടെ ദൈവമില്ല. മനസ്സിലായോ? ആ പ്രവൃത്തിയിലില്ല. പക്ഷേ ആ പരിസരത്ത് ആരുണ്ട്? കർത്താവുണ്ട്. ആ പരിസരത്ത് കർത്താവുണ്ട്. ഹല്ലേലൂയ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധ അമ്മയോട് നമുക്ക് മധ്യസ്ഥപേക്ഷിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നമുക്കിരിക്കാം. യോഹന്നാൻ 8:36. യോഹന്നാൻ 8:36. അവിടെ ഈശോ പറയുന്നുണ്ട്, സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ എന്ത് വേണം? സ്വാതന്ത്ര്യം, ജീവൻ, അത് കിട്ടണമെങ്കിൽ എന്ത് വേണം? യോഹന്നാൻ 8:36. അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാക്കും. അത്രേ ഉള്ളൂ. ഈശോയ്ക്ക് ഈ സ്വാതന്ത്ര്യം, ജീവൻ തരാൻ കഴിയൂ. വേറെ ആർക്കും പറ്റില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയണം, നിങ്ങളിത് ചങ്കയിൽ കുറിക്കണം. ഇവിടെ വെക്കരുത്, ഈ തലയിൽ വെക്കരുത്. ഞാൻ പലപ്പോഴും തലയിൽ വെക്കരുത്, കാരണം കുളിച്ചാൽ പോവും. ഇതിനകത്ത് സ്റ്റോർ ചെയ്യരുത്, ഇതിനകത്ത് വെച്ചോണം. എന്താണെന്നറിയോ? യേശുവാണ് ഏക ദൈവം, യേശുവാണ് ഏകരക്ഷകൻ, യേശുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ. ഇത് മൂന്നും നീ ഏറ്റുപറഞ്ഞ് യേശുവിന് ഒന്നാം സ്ഥാനം നീ കൊടുക്കാമോ? എൻ്റെ മക്കളെ, ഈ സ്വാതന്ത്ര്യം നിനക്ക് കിട്ടും. ഉറപ്പാണ്, കിട്ടും. പിന്നെ നമ്മുടെ ഈ ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ ഭാഷ പറഞ്ഞ് ഇവൻ്റെ ഏറിലായിരിക്കും. അതായത് ഭാരം ഇല്ലാതെ നടക്കുമെന്ന്. മനസ്സിലായോ? ഭാരം കാണില്ല. ഇനി എന്തൊക്കെ ഭാരപ്പെടുത്തുന്ന ജീവിതം വന്നാലും തൊടില്ല നിന്നെ. ഇനി എത്രയൊക്കെ വലിയ സഹനം വന്നാലും തൊടില്ല. മനസ്സിലായോ? ഞാൻ ഈ കാര്യം പറയുന്നൊരു ഉദാഹരണം ഏഞ്ചലിൻ്റെ ആയിരുന്നു. ഏഞ്ചൽ ഉദാഹരണം ഞാൻ പോയ പള്ളികളെല്ലാം പറഞ്ഞു. പേരൊന്നും പറഞ്ഞില്ല, പേടിക്കണ്ട. അതായത് ഒരിക്കലും ഞാൻ വീട് ഉദാശം കഴിഞ്ഞിങ്ങനെ വരുന്ന വഴിക്കാണ് ദാഹിച്ചു. എൻ്റെ സ്വഭാവം അറിയാമല്ലോ, എവിടെ ദാഹമുണ്ടോ ഇല്ലേ ആ വീട്ടിലോട്ടും കയറും. നമ്മുടെ വീടാണെങ്കിൽ കയറും. ദാഹിച്ചു, നേരെ ഇവരുടെ വീട്ടിലോട്ട് കയറി. അപ്പോൾ ഞാൻ നോക്കുമ്പം ഏഞ്ചൽ ഇവിടെ നിന്ന് പഠിക്കുന്നു. ഏഞ്ചൽ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു, അച്ഛാ ഞാൻ ഏത് ക്ലാസ്സാണ് പഠിക്കുന്നതെന്ന് അറിയാമോ? ഞാൻ പറഞ്ഞു, നീ 9ാം ക്ലാസ്സിലെ പാഠമാണ് പഠിക്കുന്നത്. അല്ലല്ല, ഞാൻ 10ാം ക്ലാസ്സിലെ പാഠമാണ്. അപ്പോൾ എനിക്ക് അത്ഭുതമായി. 10ാം ക്ലാസ് ഇവളെന്തിനാ? ഞാൻ വിചാരിച്ചു ഇവൾ നേരത്തെ പരീക്ഷ എഴുതി റെസ്റ്റ് എടുക്കാൻ പോകുന്നോ, 10ാം ക്ലാസ്സിലെ പാഠമെന്നോ പഠിക്കാൻ പോകുന്നത്. ഞാൻ പറയാം, എന്തിനാണ് നീ അങ്ങനെ പഠിക്കുന്നത്? അച്ഛാ, അത് എൻ്റെ ക്ലാസ്സിൽ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കൊച്ചുണ്ട്. ആ കൊച്ചിന് വേണ്ടി ഞാൻ 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതുവാന്ന്. നല്ല കാര്യം കേട്ടോ, നമ്മുടെ ഇടവകര ഒരു അഭിമാനം അത്. മനസ്സിലായോ? അപ്പം ദൈവം, ഞാൻ ആലോചിച്ചു, അങ്ങനെയൊക്കെ ഉണ്ടോ? നമ്മുടെ സമയത്ത് അതൊന്നും ഇല്ലായിരുന്നല്ലോ. ഇല്ല, എൻ്റെ സമയത്ത് അതൊന്നും ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാനൊക്കെ പണ്ടേ രക്ഷപ്പെട്ടു തന്നെ.
എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പുസ്തകം വായിച്ചിട്ട് മനസ്സിലാക്കാത്തതുകൊണ്ട് നേരെ കമ്മത്തി തലേ വെച്ച് അങ്ങനെയെങ്കിലും തലേ കയറട്ടെന്ന്. മനസ്സിലായോ? ഇപ്പോഴിതൊക്കെ എന്തെല്ലാം എങ്ങനെയെങ്കിലും അല്ലേ, നമ്മുടെ സർക്കാരിന് കുട്ടികളെ എങ്ങനെയെങ്കിലും ജയിപ്പിച്ചാൽ മതി. അതുകൊണ്ട് മറ്റുള്ളവരെ കൊണ്ട് പരീക്ഷ എഴുതിപ്പിക്കുക. അപ്പം ഞാൻ പറഞ്ഞു അല്ലേ, ഇപ്പോൾ ഒരു ഭാരം. പക്ഷേ ഞാൻ ഇവളുടെ മുഖത്ത് നോക്കുമ്പോൾ അവൾ വാക്കിലുണ്ടെങ്കിലും പ്രവൃത്തിയിൽ അതില്ല. വാക്കിലുണ്ട് കാരണം എനിക്കിത് പഠിക്കാൻ പറ്റുന്നില്ല, ചില വിഷയങ്ങൾ പക്ഷെ എന്നാൽ പോലും വാക്കിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രവൃത്തി മാറ്റി വെച്ചില്ല, അത് ചെയ്യുന്നുണ്ട്. അതാണ് മക്കളെ സ്വാതന്ത്ര്യം. ഭാരമുണ്ട്, മനസ്സിലായോ, സഹനമുണ്ട്, പക്ഷേ അത് തൊടുന്നില്ല നമ്മളെ, അത് നമ്മളെ ബാധിക്കുന്നില്ല. ഹല്ലേലൂയ. രോഗമുണ്ട്, പക്ഷെ ബാധിക്കുന്നില്ല. അതാണ് ഞാൻ അന്ന് അടക്കത്തിൻ്റെ അന്ന് ഞാൻ പറഞ്ഞില്ലേ ദാനിയേൽ അച്ചാൻ്റെ ഒരു കാര്യം, അത് നടന്ന സംഭവമാണ്. അച്ഛൻ അത് എങ്ങനെ പറഞ്ഞു എന്ന് എനിക്കിപ്പോഴും വിശ്വാസമില്ല. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, ഭാര്യ ക്യാൻസർ വന്ന് സീരിയസ് ആയിട്ട് വീട്ടിൽ കിടക്കുന്നു, ഭർത്താവ് സ്ട്രോക്ക് വന്ന് ഹോസ്പിറ്റലിലേക്ക് വന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്. സത്യം പറഞ്ഞാൽ കർത്താവിന് മുമ്പിൽ മുട്ടുമേൽ നിന്ന് ചങ്ക് തകരുന്ന വേദനയിൽ പരാതി പറയുന്ന അനുഭവങ്ങളാണ് അതൊക്കെ. കർത്താവിനോട് നേരിട്ട് പരാതി പറയുന്ന ചില അനുഭവങ്ങളാണ്. അപ്പോൾ ഈ മനുഷ്യൻ്റെ കൈ പിടിച്ചപ്പോൾ ഈ മനുഷ്യൻ എന്നോട് പറയാം, അച്ഛാ യേശുവിന് ഞങ്ങൾ അത്രയ്ക്ക് ഇഷ്ടമല്ലേ? ഏക്കില്ല, സഹനമല്ല. ഇനി എന്ത് മലയിടിഞ്ഞു വന്നാൽ പോലും എൻ്റെ മക്കളെ, നിൻ്റെ ഉള്ളിൽ സ്വാതന്ത്ര്യം ഉള്ളിടത്തോളം കാലം നിൻ്റെ രോമത്തിൽ തൊടാൻ ഒന്നിനും കഴിയില്ല. കർത്താവ് അതിന് അനുവദിക്കില്ല. ഹല്ലേലൂയ. കർത്താവ് അതിന് അനുവദിക്കില്ല. അതുകൊണ്ട് തമ്പുരാനൊരു സ്വാതന്ത്ര്യം തമ്പുരാനിൽ നിന്നുള്ള സ്വാതന്ത്ര്യം കൊടുത്ത് ജീവിക്കണം. അതാ കർത്താവ് ഈശോ പറയുന്നില്ലേ, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. ഈ ലോകം നൽകുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ പിന്നാലെ അല്ല നമ്മൾ പോകേണ്ടത് കേട്ടോ. ലോകം നമ്മുടെ മുമ്പിൽ കുറേ സ്വാതന്ത്ര്യം വെച്ച് നീട്ടുന്നുണ്ട്. അതായത് എന്താ പറയുന്നത്, എനിക്കിഷ്ടമുള്ളത് ചെയ്യാം, ലോകം നൽകുന്ന സ്വാതന്ത്ര്യമാണ്. എനിക്കിഷ്ടമുള്ളത് ചെയ്യാം, എൻ്റെ കയ്യിൽ പൈസയുണ്ട്, എനിക്ക് വേണേൽ മദ്യപിക്കാം, എനിക്ക് വാഹനമുണ്ട്, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വഴിയിലൂടെ എനിക്ക് പോകാം, എനിക്ക് സംസാരിക്കാൻ കഴിവുണ്ട്, അതുകൊണ്ട് വായി വരുന്നതൊക്കെ പറയാം, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു ശീലമുണ്ട്, നല്ല ശീലമാണ്, അതുകൊണ്ട് ആരുടെ മുഖത്ത് നോക്കി എന്തും പറയാം, എനിക്ക് ഉള്ളിൽ ധൈര്യമുണ്ട്, ധൈര്യം ഉള്ളതുകൊണ്ട് എനിക്ക് എന്തും പറയാം, എന്തും ചെയ്യാം. മനസ്സിലായോ? എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് എന്തും ചെയ്യാം. ഇത് ലോകം നൽകുന്ന സ്വാതന്ത്ര്യമാണ്. എനിക്ക് അതങ്ങനെ ലോകം നൽകുന്ന സ്വാതന്ത്ര്യം വരുമ്പോൾ അഹങ്കാരമാണ് നമ്മൾ സംഭവിക്കുക. അഹങ്കാരം. ഞാനൊരിക്കലും ഭരണങ്ങാനം പോയിട്ട് ഭരണങ്ങാനത്ത് തിരിച്ച് ഭരണങ്ങാനം പള്ളിയുടെ മുമ്പിലത്തെ ബസ് സ്റ്റോപ്പിൽ നിന്ന് കോട്ടയത്തേക്കുള്ള ബസ് കയറുന്ന സമയത്ത്, പ്രൈവറ്റ് ബസ്, അപ്പോൾ കയറുന്ന സമയത്ത് ഞാനിങ്ങനെ ബാക്ക് ഡോറിൽ കൂടെ കയറുമ്പോൾ ആ ഡോറിന് തൊട്ട് മുമ്പിൽ ഒരു ആജാനുബാഹു ഒരു ചേട്ടൻ, മനുഷ്യൻ, ഒത്ത വണ്ണമുള്ള ഒരു മനുഷ്യൻ, ഈ മനുഷ്യൻ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കും, ഈ മനുഷ്യൻ്റെ മാല ആ ഒത്ത വണ്ണം ഉള്ളതുകൊണ്ടാണ് തോന്നുന്നു, മാലയ്ക്കും അതനുസരിച്ച് വണ്ണമുണ്ട്. മനസ്സിലായോ? മാല ഇങ്ങനെ കഴുത്തിന് പുറകിലോട്ട് ഇങ്ങനെ ഇറങ്ങിക്കിടക്കുക, വേറെ മുക്കാലോളം ഇറങ്ങിക്കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ കയറിയിട്ട് ഞാൻ ആ ചേട്ടനെ ചോണ്ടിയിട്ട് പറഞ്ഞു, ചേട്ടായിയുടെ മാല അതേ പുറത്തേക്ക് ഇരിക്കുന്നതെന്ന് പറഞ്ഞു. ഉടനെ ഈ ചേട്ടായി ഉടനെ ഈ ചേട്ടായി അത് എടുത്ത് അകത്ത് വെച്ചിട്ട് ഇങ്ങനെ എന്നെ നോക്കി ചിരിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അതേ ഒരുത്തരും തൊടത്തില്ല, ഞാനൊരു ഗുണ്ടയാന്ന്. ഒരു മനുഷ്യൻ പറഞ്ഞു, ഞാൻ ഒരു ഗുണ്ടയാന്ന്, അതുകൊണ്ട് ഒരുത്തരും തൊടത്തില്ലെന്ന്. സത്യം പറയില്ലേ? ആരെങ്കിലും കണ്ടാൽ തന്നെ എടുത്തുകൊണ്ട് പോകത്തില്ലേ? ഇല്ലേ? കയറി കട്ട് ചെയ്ത് കൊണ്ടുപോയില്ലേ? കണ്ടു ഇങ്ങനെ അത്രയും നല്ല കനമുള്ളൊരു മാല. ഇപ്പോഴാണെങ്കിൽ ഇപ്പം എന്നേ പോനെ ചേട്ടനോടെ പൊക്കി കൊണ്ടുപോകുന്ന ആൾക്കാർ. ഇപ്പോഴത്തെ സ്വർണ്ണത്തിൻ്റെ വില വെച്ച് നോക്കുമ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തന്നെ 10 പ്രാവശ്യം തോന്നി. മനസ്സിലായോ? അപ്പോൾ അന്നേരം ഈ മനുഷ്യൻ എന്ത് പറയുന്നോ, അതെ ഓരോരുത്തരും തൊടത്തില്ല, ഞാനൊരു ഗുണ്ടയാണ്. കാരണം എന്താ, എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് ധൈര്യമുണ്ട്, എനിക്ക് എന്ത് പറയാനും ചെയ്യാനുള്ള ധൈര്യമുണ്ട്, അതുകൊണ്ട് ഒരുത്തരും തൊടില്ല. ഒരു അഹങ്കാരം വരും. അപ്പോൾ ഈ ലോകത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ പിന്നാലെ ഞാനും നിങ്ങളും പോകുമ്പോൾ അത് എന്നെ അഹങ്കാരത്തിലേക്ക് എത്തിക്കും. ഈ അഹങ്കാരം എന്ന് പറയുന്നത് എന്നാ പാപോ മോളെ, എന്നാ പാപോ? അഹങ്കാരം ഒരു ഏത് പാപത്തിൽപ്പെടുന്നതാ ഈ അഹങ്കാരം? മൂലപാപത്തിൽപ്പെടുന്നതാ. വചനം പറയുന്നുണ്ട്, അഹങ്കാരമാണ് എല്ലാ പാപത്തിൻ്റെ മാതാവ്. വചനം പറയുന്നു, അഹങ്കാരമാണ് എല്ലാ പാപത്തിൻ്റെയും മാതാവ്. മനസ്സിലായോ? അപ്പോൾ അഹങ്കാരം വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മറ്റ് പാപത്തിലേക്ക് വീണു പോവുകയാണ്. ഹല്ലേലൂയ. അതാ പറഞ്ഞേ, ഈ എൻ്റെ കയ്യിൽ പൈസയുണ്ട്, ലോകം പറയുന്നത് എന്താ, നീ അടിച്ചു പൊളിച്ച് ജീവിക്കടാ, അതാ ലോകം പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ എൻ്റെ ഉള്ളിൽ അഹങ്കാരം വരും. എന്താ? എൻ്റെ പൈസ ഞാൻ സമ്പാദിച്ചത് അഹങ്കാരമായി, അത് എന്നെ മറ്റ് പാപത്തിലേക്ക് കൊണ്ടെത്തിക്കുക. എനിക്ക് പഠിക്കാൻ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ പറയില്ല, എനിക്ക് പഠിക്കാൻ കഴിവുണ്ട്, ശരിയാ, നല്ലതാ, അത് മാക്സിമം യൂസ് ചെയ്യണം. പഠിക്കാൻ കഴിവുണ്ട്,
പഠിക്കാൻ കഴിവുണ്ട്, ഞാൻ പഠിച്ച് നേടിയെടുത്തതാണ് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്നിലേക്ക് അഹങ്കാരം വരും. അഹങ്കാരം മാതാവായതുകൊണ്ട് മറ്റു പാപങ്ങളും പിറകെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ മൂലപാപമായ അഹങ്കാരത്തിലേക്ക് ഞാൻ എത്താതിരിക്കണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ലോകം വെച്ച് നീട്ടുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് ഞാൻ നടന്നു പോകരുത്. കർത്താവ് വെച്ച് നീട്ടുന്ന സ്വാതന്ത്ര്യമുണ്ട്, ആ സ്വാതന്ത്ര്യം ഞാൻ എടുക്കണം. അത് പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്, രോഗത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്, പിശാചിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്, തകർച്ചയിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്, കണ്ണുനീരിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. മനസ്സിലായോ? ലോകമല്ല, ഈശോ വെച്ച് നീട്ടുന്ന സ്വാതന്ത്ര്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നേടിയെടുക്കണം. ഈശോ തരുന്ന ഈ സ്വാതന്ത്ര്യം അതിന് എന്താ? ഈശോ തരുന്ന സ്വാതന്ത്ര്യം എന്താ? ഈശോ തരുന്ന സ്വാതന്ത്ര്യമാണ് കൃപ. മനസ്സിലായോ? ഈശോ തരുന്ന സ്വാതന്ത്ര്യ കൃപ. 2 കൊറിന്തോസ് 3:17 2 കൊറിന്തോസ് 3:17 പറയുന്നുണ്ട് ഈ സ്വാതന്ത്ര്യം അത് കൃപയാണ്. മനസ്സിലായോ? 2 കൊറിന്തോസ് 3:17 കർത്താവ് ആത്മാവാണ്. കർത്താവിൻ്റെ ആത്മാവിലുള്ളിടത്ത് എന്തുണ്ട്? സ്വാതന്ത്ര്യമുണ്ട്. മനസ്സിലായി? ഉള്ളിടത്തല്ല, ഉള്ളിടത്ത് കേട്ടോ. അപ്പോൾ കർത്താവ് ആത്മാവാണ്, കർത്താവിൻ്റെ ആത്മാവ് ഉള്ളിടത്ത് എന്തുണ്ട്? സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കൃപ എന്ന് പറഞ്ഞാൽ എന്താ? ആത്മാവ്, പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ വേറെ ഈ ലോകത്തിലെ ചില ചോട്ടാ കാര്യങ്ങളുടെ പുറകെ പോകാതെ സ്വർഗം നൽകുന്ന ഒരു ബെടാ കാര്യമുണ്ട്, അതാണ് പരിശുദ്ധാത്മാവ്. ആ ബെടാ പരിശുദ്ധാത്മാവിനെ നീ നേടിയെടുക്കാമെങ്കിൽ ഈ ബാക്കിയുള്ള ചോട്ടാ കാര്യങ്ങളൊക്കെ നിൻ്റെ പുറകെ വന്നോളും. ഹല്ലേലൂയ. ബെടാ പരിശുദ്ധാത്മാവ്, വലിയ പരിശുദ്ധാത്മാവ്, സ്വർഗം നൽകുന്ന വലിയ ശക്തി. ആ വലിയ പരിശുദ്ധാത്മാവിനെ നീ ആദ്യം ചോദിക്കുക. അങ്ങനെ ചോദിക്കുമ്പോഴാണ് നിനക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. നമ്മൾ ആ പോയിന്റുകൾ ഒന്നുകൂടെ എന്താ പറയുന്നത്, ഒന്ന് കുരുക്കാം. ഒന്ന് വിശ്വാസം, അല്ലേ? വചനം വിശ്വസിക്കുമ്പോൾ എന്ത് കിട്ടും? ജീവൻ കിട്ടും. ആ ജീവൻ പിന്നെ എങ്ങനെയാണ് കിട്ടുന്നത്? സമൃദ്ധമായി കിട്ടും. ആ സമൃദ്ധമായി കിട്ടുന്ന ജീവൻ ആർക്കാ തരാൻ കഴിയുന്നത്? കർത്താവിനെ തരാൻ കഴിയുമോ? ആ കർത്താവിലൂടെ ലഭിക്കുന്ന ആ ജീവൻ അത് എന്നെ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിക്കും. ആ സ്വാതന്ത്ര്യമാണ് എന്ത്? കൃപ. ആ കൃപയാണ് എന്ത്? പരിശുദ്ധാത്മാവ്. കിട്ടിയോ? ഇത്രയേ ഉള്ളൂ സംഭവം, വേറെ ഒന്നുമില്ല. നിങ്ങൾക്ക് ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിങ്ങനെ കൊരുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നാളെ തൊട്ട് വചനം പറയുമ്പോൾ വലിയ കാര്യം, എൻ്റെ മക്കളെ വലിയ കാര്യമൊന്നും പറയാം, വലിയ ദൈവശാസ്ത്രം ഒന്നും പറയണ്ടെന്നേ, അതൊക്കെ പറയാൻ വേറെ ആൾക്കാരുണ്ട്. വലിയ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളൊക്കെ പറഞ്ഞ് പ്രസംഗിക്കാൻ വേറെ ആൾക്കാരുണ്ട്. ഈ കുഞ്ഞുകുഞ്ഞ് ഈ ഓരോരോ വാക്കുകളെ ഇങ്ങനെ കൊരുത്ത് അതിന് ചേരുന്ന ബൈബിൾ വാക്യങ്ങളും കണ്ടുപിടിച്ച് പ്രാർത്ഥനാപൂർവ്വം ഇരുന്ന തമ്പുരാൻ ബാക്കി തങ്ങളെ സഹായിച്ചു. അതുകൊണ്ട് നിങ്ങൾക്കും വചനം പറയാനൊക്കെ ഇറങ്ങാം കേട്ടോ. ആൽഫി പോകണം, വചനം പറയാനൊക്കെ പോകണം ഓരോ പള്ളികളിൽ കേട്ടോ. പച്ചാ എന്ത്? ഞാൻ പോകത്തില്ല. ഓക്കെ, നിങ്ങളോടായിട്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ഇനി ഈ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ കൃപ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല എന്താ? നമുക്കൊന്നും ഫീലാവില്ല, നമുക്ക് തോന്നില്ല, എന്ത് വന്നാലും നമ്മളെ അത് ഏക്കില്ല. അത് യോഹന്നാൻ 16:21-22 എടുക്കുക. യോഹന്നാൻ 16:21-22 ഒരു ഗർഭിണിയായ ഒരു സ്ത്രീയുടെ ഒരു ഉപമ പറഞ്ഞുകൊണ്ട് ഈശോ അത് പഠിപ്പിച്ചു തരുന്നുണ്ട്. യോഹന്നാൻ 16:21-22 ദുഃഖിതരാണ്. കണ്ടോ, ഇപ്പോൾ നിങ്ങളും ദുഃഖിതരാണ്, സ്വാതന്ത്ര്യം ഇല്ല, ദുഃഖത്തിലാണ്. സന്തോഷിക്കും. ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കയറി. 21 വായിക്കേ. 16:21 സ്ത്രീക്ക് പ്രസവവേദന ആരംഭിക്കുമ്പോൾ അവളുടെ സമയം വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ടാകുന്നു. എന്നാൽ ശിശുവിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിച്ചത് കൊണ്ടുള്ള സന്തോഷ നിമിത്തം ആ വേദന പിന്നീട് ഒരിക്കലും ഓർമ്മിക്കുന്നില്ല. ഇടയ്ക്ക് നടക്കാമെന്ന് വെച്ചു കേട്ടോ. ഇങ്ങനെ നിന്ന് കഴിഞ്ഞാലേ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, വേരിക്കോസ് വെയിന് വരും എന്നുള്ളതാണോ? നമ്മളിങ്ങനെ കുറേ നേരം നിന്നാ ഇടയ്ക്ക് നടക്കാം. മറ്റേ കോഡ്ലെസ് മൈക്കാണെങ്കിൽ അങ്ങോട്ടൊക്കെ വരായിരുന്നു. ഇതായതുകൊണ്ട് അതും പറ്റത്തില്ല. അപ്പം ഈ 16:20 യോഹന്നാൻ 16:21 പറയുന്നത് സ്ത്രീക്ക് പ്രസവവേദന ആരംഭിക്കുമ്പോൾ അവളുടെ സമയം വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ടാകുന്നു. എന്നാൽ ഒരു ശിശുവിനെ പ്രസവിച്ച് കഴിയുമ്പോൾ ലോകത്തിൽ ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിച്ചത് കൊണ്ടുള്ള സന്തോഷ നിമിത്തം
അടുത്ത എന്താ പറയുന്നത്? ആ വേദന പിന്നീടൊരിക്കലും അവൾ ഓർമ്മിക്കുന്നില്ല. ആ വേദന പിന്നീടൊരിക്കലും അവൾ ഓർമ്മിക്കുന്നില്ല. ആ വേദന പിന്നീടൊരിക്കലും അവൾ ഓർമ്മിക്കുന്നില്ല. അതെന്താ? അതായത് ആ വേദന ഇനി ഉണ്ടാകില്ല എന്നല്ലേ വരേണ്ടത്. ആ വേദന ഇനി ഉണ്ടാകില്ല. ആ വേദന കഴിഞ്ഞു. ആ വേദന കഴിഞ്ഞു, ഇനി ഉണ്ടാകില്ല. ഇല്ലേ? ഇപ്പോൾ ഒരു സ്ത്രീ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത് വരെ ആ വേദനയുണ്ട്. ജന്മം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ വേദനയുണ്ടോ? ഇല്ലെന്നാ. കാരണം ഞാനാരും പ്രസവിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയത്തില്ല. ഇല്ല, ഇല്ലേ? ഉണ്ടാകില്ലെന്നാണ് വരേണ്ടത്, അല്ലെങ്കിൽ ആ വേദന മാറൂന്നാണ് പറയേണ്ടത്. പക്ഷേ ഇവിടെ എന്താ പറയുന്നത്? വേദന ഓർമ്മിക്കുന്നില്ലെന്നാ. അതായത് വേദന ഓർമ്മിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ വേദന ഉണ്ടവിടെ, പക്ഷേ ഓർക്കുന്നില്ല. ഹല്ലേലൂയ. വേദനയുണ്ട്, പക്ഷെ ഓർക്കുന്നില്ല. ഇപ്പോൾ അതായത് ഒരു കുഞ്ഞിനെ ജനിപ്പിച്ചതുകൊണ്ട് മാത്രം മാതാപിതാക്കളുടെ അമ്മയുടെ വേദന അവസാനിക്കും ഇല്ല. ആ കുഞ്ഞ് വളർന്നു വരുന്തോറും ആ അമ്മയുടെ ഉള്ളിൽ തീയ. മനസ്സിലായോ? ആ കുഞ്ഞ് വീട് വിട്ട് സ്കൂളിലേക്ക് പോയിട്ട് തിരിച്ച് വരുന്നവരെ ആ അമ്മയുടെ നെഞ്ചിൽ തീയ. ആ കുഞ്ഞ് നാളെ ഒരു വിവാഹപ്രായം എത്തുമ്പോൾ അതിനുവേണ്ടി ആലോചന നടക്കുമ്പോൾ ഒന്നും നടക്കാതെ വരുമ്പോഴും ആ അമ്മയുടെ ഉള്ളിൽ തീയ. അപ്പോൾ ഒറ്റ വാക്കി പറഞ്ഞ് വേദന അവസാനിക്കുന്നില്ല. വേദനയുണ്ട്, പക്ഷേ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഓർമ്മിക്കുന്നില്ല. അത്രേ ഉള്ളൂ. പൗരോഹിത്യ ജീവിതത്തിൽ ഞാൻ നിൽക്കുമ്പോൾ എനിക്കിപ്പോൾ ചില വേദനകളൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുത്താണ് ജീവിക്കുന്നതെങ്കിൽ ആ സ്വാതന്ത്ര്യം, കൃപ, പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിടത്തോളം കാലം ഞാൻ അതിനെ ഓർമ്മിക്കില്ല. ഹല്ലേലൂയ. ഞാൻ അതിനെ ഓർമ്മിക്കുന്നില്ല. മനസ്സിലായോ? അതുകൊണ്ട് ഈ ഒരു സ്വാതന്ത്ര്യം, ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ വേണം നേടിയെടുക്കണം കേട്ടോ മക്കളെ. ഇപ്പം നിങ്ങൾ പഠിക്കുന്നുണ്ട് ഇല്ലേ? നിങ്ങൾ ഇപ്പോൾ പരീക്ഷ എഴുതുന്ന സമയമല്ലേ? ഇല്ല ജോവാനെ മോളെ, ഇപ്പം നീ പഠിക്കുന്ന സമയത്ത് ഇല്ലേ, നീ പഠിക്കുന്ന സമയത്ത് നിനക്കൊരു വേദനയില്ലേ? ഇല്ലേ? ഇതങ്ങോട്ട് കയറുന്നില്ലല്ലോ, തലയിൽ കയറുന്നില്ലല്ലേ? ഞാൻ പറഞ്ഞ പോലെ എൻ്റെ അനുഭവം, ഞാൻ പുസ്തകം ഇങ്ങനെ കൊണ്ട് വെച്ചിട്ട് തലയിൽ നേരിട്ടങ്ങ് വെച്ചു, അങ്ങനെയെങ്കിലും കയറട്ടെന്ന്. മനസ്സിലായോ? ഇല്ലേ? അപ്പോൾ ഈ പരീക്ഷ കഴിയുമ്പോഴേക്ക് ആ ഒരു വേദന മാറി ഇല്ലേ? പിന്നെ ആ വേദന എപ്പോഴാണ് വരുന്നത്? അടുത്ത പരീക്ഷ വരുമ്പോഴും ഉണ്ട്, ഇതെല്ലാം കഴിഞ്ഞ് റിസൾട്ട് വരുന്ന സമയത്തും ഉണ്ട് ഇല്ലേ? വേദന ഒരിക്കലും മാറില്ല. മനസ്സിലായോ? വേദന മാറില്ല, പക്ഷേ ഞാനതിനെ ഓർക്കുന്നേ ഇല്ല. അത്രയേ ഉള്ളൂ. ഞാനതിനെ ഓർക്കത്തില്ല. അതുകൊണ്ട് ഈ ഒരു പിന്നെ ജീവിതം, ഈ ഒരു ജീവിതമാണ് ക്രിസ്ത്യാനി ഞാനും നിങ്ങളും ജീവിക്കേണ്ടത്. അല്ലാതെ ഞാൻ നിങ്ങളോട് പറയുന്നത്, നമുക്കിതൊക്കെ സഹനങ്ങളൊക്കെ ഉണ്ട് മക്കളെ, നമുക്കെല്ലാവർക്കും സഹനമുണ്ട്. പക്ഷെ അതിനെ മാത്രം നമ്മൾ ഓർത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്നെ സഹായിക്കുന്ന കർത്താവിനെ ഞാൻ മറന്നുപോകും. അത് ഉറപ്പാണ്. അതിനെ മാത്രം ഓർത്തുകൊണ്ടിരുന്ന. ഞാൻ നിങ്ങളോട് കാര്യം പറയട്ടെ, ഇന്ന് പലപ്പോഴും ലോകത്തിൽ ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം കൂടുകയാണ്. ആത്മഹത്യ ചെയ്യുന്നത് ജീവിതത്തിൽ സന്തോഷമുള്ളപ്പോൾ ആരും ആത്മഹത്യ ചെയ്യത്തില്ല. ഒരു സങ്കടം വരുമ്പോഴാണ് ആത്മഹത്യ ചെയ്യുന്നത്. സങ്കടം വരുമ്പോൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഞാൻ തുടങ്ങുമ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ചിന്തിക്കണം, ഞാൻ വിശ്വസിക്കണം, ഞാനിത് ചെയ്താൽ എനിക്കാണ് നഷ്ടം, എന്നാൽ ഞാൻ ജീവിച്ചാലോ എന്നിലൂടെ അനേകരിലേക്ക് ദൈവത്തിന് വിളിച്ചു എത്താൻ കഴിയും. എന്നെ സഹായിക്കുന്ന ഒരു കർത്താവുണ്ട്, എൻ്റെ കർത്താവ് എന്നെ സഹായിച്ചോളും. ഈ ഒരു വിശ്വാസം എന്നിൽ ഞാൻ ആഴമായി പതിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ആത്മഹത്യ എന്ന കാര്യങ്ങളിലേക്ക് പോവില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ആഴ്ച, അതായത് നമ്മുടെ ഈ കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് ഞാൻ ശുശ്രൂഷ ചെയ്ത കാട്ടാക്കടയിലുള്ള ഒരു പള്ളിയിൽ ഒരു ചെറുപ്പക്കാരൻ, എൻ്റെ പ്രായമുള്ളൂ, 41 വയസ്സ്, ഇത്രയേ ഉള്ളൂ. എനിക്ക് 40 വയസ്സുണ്ട്. ഈ മനുഷ്യൻ 41 വയസ്സ് കൂടുതൽ. ആത്മഹത്യ ചെയ്തു. ഒറ്റയുള്ളൂ. വീട്ടിൽ പിന്നെ ഈ പുള്ളിക്ക് ഒരു വിലയില്ല. ഗൃഹനാഥനാണ്, തൻ്റെ ഭർത്താവാണ് എന്ന വില ഭാര്യ കൊടുക്കുന്നില്ല, തൻ്റെ അപ്പനാണ് എന്ന വില മക്കൾ കൊടുക്കുന്നില്ല. എല്ലാവരും ഒറ്റപ്പെട്ട ഒരു ജീവിതം. മനസ്സിലായി? എല്ലാവരും ഒറ്റപ്പെട്ട ജീവിതം. ഞാൻ പറയട്ടെ, ഞാനത് വെറുതെ പറയുന്നതല്ല. അതായത് ഈ മനുഷ്യൻ ഞായറാഴ്ച ഉച്ചയായപ്പോൾ ഈ മനുഷ്യൻ തൻ്റെ വീട്ടിനകത്ത് മുറിക്കകത്ത് കയറി കഥ അടച്ച. ഞായറാഴ്ചയാണ്, വീട്ടിലുള്ള എല്ലാവരും ഉണ്ട്, ഇവരെല്ലാവരും കാണുന്നുണ്ട്. ഈ മനുഷ്യൻ മുറിക്കകത്ത് കയറി കഥ അടയ്ക്കുന്നത് കാണുന്നുണ്ട്. ഞായറാഴ്ച വൈകിട്ടായിട്ട് ഈ മനുഷ്യൻ ഇറങ്ങിയിട്ടില്ല, രാത്രിയായിട്ട് ഈ മനുഷ്യൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല, തിങ്കളാഴ്ച രാവിലെയായിട്ടും ഇറങ്ങിയിട്ടില്ല, ഉച്ചയായിട്ടും ഇറങ്ങിയിട്ടില്ല, വീട്ടുകാരോട്ട് തിരിഞ്ഞ് നോക്കിയതുമില്ല. ഇങ്ങനെയുള്ള വീടുകളുണ്ട് മക്കളെ നമ്മുടെ ചുറ്റും. ഇങ്ങനെയുള്ള കുടുംബങ്ങളുണ്ട്. സ്വന്തം വീട്ടിൽ പച്ചയ്ക്ക് പറഞ്ഞ പട്ടിയുടെ വില പോലും ഇല്ലാതെ ജീവിക്കുന്നവരുണ്ട്. തിങ്കളാഴ്ച വൈകിട്ടായപ്പോൾ എന്തോ തോന്നി, പിള്ളേർ കഥ ചവിട്ടി പൊളിച്ച് നോക്കിയപ്പോൾ മനുഷ്യൻ തൂങ്ങി നിൽക്കുക. തിങ്കളാഴ്ച വൈകിട്ടായപ്പോൾ
ഞായറാഴ്ച ഉച്ചയ്ക്ക് മുറിക്കകത്ത് കയറിയവനെ ഞാൻ ചോദിക്കും, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭർത്താവോ ഭാര്യയോ മക്കളോ ആരെങ്കിലും ഇതേപോലെ മുറിക്കകത്ത് കയറിയ 1-2 മണിക്കൂർ ഒരു പക്ഷേ നിങ്ങൾ നോക്കാതിരിക്കും. അത് കഴിഞ്ഞാൽ നിങ്ങൾ വിളിക്കും. എന്നാൽ അങ്ങനെ പോലും വിളിക്കാൻ ആളുണ്ടായിട്ട് തിരിഞ്ഞു നോക്കാത്ത ചില വ്യക്തികളുണ്ടായിരുന്നു, ഉണ്ടിപ്പോഴും. അതിൻ്റെ പേരിൽ ഈ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു. വിലയില്ല കുടുംബത്തിൽ. മനസ്സിലായോ എൻ്റെ മക്കളെ? അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണേ, കർത്താവ് നിൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഈശോ നിൻ്റെ കൂടെയുണ്ട്. നിന്നെ രക്ഷിക്കാനാണ് ഈ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നതും ഈ ലോകത്തിൽ നിനക്ക് വേണ്ടി നിന്നെ രക്ഷിക്കാനാണ് മരിച്ചതും നിന്നെ രക്ഷപ്പെടുത്താനാണ് അവൻ ഇന്ന് സ്വർഗത്തിൽ തൻ്റെ പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നതും. നമ്മൾ ഈ പകുതി നോമ്പിൽ കുരിശ് നാട്ടി, കുരിശ് നാട്ടി, ഈ കുരിശ് ഞാൻ അന്ന് ശുശ്രൂഷയുടെ സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞെന്താ, ഈ കുരിശ് നിങ്ങൾ കാണുമ്പോൾ ഈ കുരിശല്ല കാണേണ്ടത്, യേശുവിൻ്റെ കുരിശിനെ കാണേണ്ടത്. അപ്പോൾ മാത്രമേ എനിക്ക് മുമ്പോട്ട് ജീവിക്കാനുള്ള ഒരു ശക്തി കിട്ടുകയുള്ളൂ. യോഹന്നാൻ 16 എഴുതി വെക്കുന്നുണ്ട്. അവിടെ ഈശോ യോഹന്നാൻ 19 ഈശോ മരിക്കുന്നത് എഴുതി വെക്കുന്നുണ്ട്. യോഹന്നാൻ 19 അവൻ എങ്ങനെയാണ് മരിച്ചത്? അതായത് യേശു വിനാഗിരി, യോഹന്നാൻ 19:30, യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവൻ തല ചായ്ച്ച് മരിച്ചു. ഒറ്റ വാക്കി പറഞ്ഞാൽ, എൻ്റെ പൊന്നുമക്കളെ, ഞാനും നീയും ഒരാളുടെ മുമ്പിലും തല കുനിക്കാതിരിക്കാൻ അവൻ കുരിശിൽ തല കുനിച്ചു. ഞാനും നീയും പാപത്തിൻ്റെ മുമ്പിലോ പിശാചിൻ്റെ മുമ്പിലോ ലോകത്തിൻ്റെ ചില കെട്ടുകളുടെ മുമ്പിലോ ബന്ധനത്തിന് മുമ്പിലോ തല കുമ്പിട്ട് നാണം കെട്ട് നടക്കാതിരിക്കാൻ നമ്മുടെ പൊന്നു കർത്താവ് എനിക്ക് നിനക്ക് വേണ്ടി കുരിശിൽ തല കുനിച്ചു. ഞാനും നീയും ഒരാളുടെ മുമ്പിൽ കൈ നീട്ടാതിരിക്കാൻ അവൻ കുരിശിൽ 2 കരങ്ങളും നീട്ടി കുത്തുവാക്കും ശാപവാക്കും ശകാരവാക്കും കൊണ്ട്, അല്ലെങ്കിൽ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിലുള്ള ചില കുത്തുവാക്ക് കൊണ്ട് മറ്റുള്ളവർ നിന്റെ നേർക്ക് വാക്കുകളുടെ അസ്ത്രം എയ്യുമ്പോൾ ആ വാക്കുകൾ നിന്റെ ചങ്കിൽ കൊണ്ട് നീ മുറിയപ്പെടാതിരിക്കാൻ, നീ വേദനിക്കാതിരിക്കാൻ അവൻ്റെ ചങ്ക് കുത്തിത്തുളയ്ക്കാൻ വേണ്ടി വിട്ടുകൊടുത്തു. എൻ്റെ മക്കൾ, ഒറ്റ വാക്കി പറഞ്ഞാൽ ഈ കുരിശ് എന്ന് പറയുന്നത്, ഈ കുരിശിലൊരു ദൈവം കാണിച്ചു തരുന്നത്, നീ രക്ഷപ്പെടാൻ വേണ്ടിയാ മോനെ ഞാൻ സഹിച്ചത്. ഹല്ലേലൂയ. മക്കളെ, നമുക്കൊരു ദൈവമുണ്ട്, ഒരു ജീവനുള്ള ഒരു ദൈവമുണ്ട്. നിയമാവർത്തനം 4:7 വചനം പറയുന്നത്, നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മുടെ ദൈവം നമുക്ക് സമീപസ്ഥനായിരിക്കുന്ന പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഒരു ജനതയില്ലെന്നാണ് പറയുന്നത്. വേറെ ഒരു ജനതയില്ല, വേറൊരു വിശ്വാസവും ഇല്ല. നമുക്ക് മുമ്പിൽ അനേക വിശ്വാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കേണ്ടേ, നമുക്ക് മുമ്പിൽ അനേക മതങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അവയിൽ നിന്നെല്ലാം ക്രിസ്തു മതത്തെ, ക്രിസ്ത്യാനിയെ വ്യത്യാസപ്പെടുത്തുന്നതെന്ന് പറയുമ്പോൾ, മറ്റു മതങ്ങളിൽ അവർ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പേരിൽ കുറേ ആചാരങ്ങൾ നടത്തുന്നു, അത്രയേ ഉള്ളൂ. എന്നാൽ ക്രിസ്തു മതത്തിൽ അവൻ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ ശരീരവും രക്തവും ക്രിസ്ത്യാനി നീ സ്വീകരിക്കുന്നു. ഹല്ലേലൂയ. ഇതിന് വലിയ ഭാഗ്യം വേറെ ആർക്കാ ഉള്ളത്? ഒരു ദൈവത്തെ അതേപോലെ തന്നെ സ്വീകരിക്കുക, അവൻ്റെ ശരീരം സ്വീകരിക്കുക, രക്തം സ്വീകരിക്കുക, അവൻ്റെ ശക്തി പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയപ്പെടുക. ഇങ്ങനൊരു ക്രിസ്തീയ ജീവിതത്തെ നിസ്സാരമായി കാണരുത് മക്കളെ. ഇങ്ങനൊരു കർത്താവിനെ കൊച്ചാക്കി കാണരുത്. അവൻ ചെറുതായത് നീ വലിയവനാവാൻ വേണ്ടിയാ, അവൻ പാവപ്പെട്ടവനായത് നിന്നെ പണക്കാരനാക്കാൻ വേണ്ടിയാ, അവൻ മരിച്ചത് നീ ജീവിക്കാൻ വേണ്ടിയാ, അവൻ ഇന്നും ജീവിക്കുന്നത് നിന്നെ അവൻ്റെ അടുക്കിലേക്ക് എത്തിക്കാൻ വേണ്ടിയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു വിശ്വാസം നമുക്ക് എപ്പോഴും ഉണ്ടാകണം, യേശുവിലുള്ള വിശ്വാസം. നമുക്ക് തുടർന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ ശുശ്രൂഷ അവസാനിപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, 1-ാം സ്ഥാനം നിനക്ക് മാത്രം, വേറെ ആർക്കുമില്ല. 1-ാം സ്ഥാനം നിനക്ക് മാത്രം. നമുക്കതിനുവേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ ഈ വലിയ നോമ്പിലൂടെ യാത്ര ചെയ്ത് നമുക്ക് ഈസ്റ്റർ കണ്ട് ഈശോൻ്റെ സ്വർഗാരോഹണം എല്ലാം കണ്ട്, മനസ്സിലായോ? യേശുവിൻ്റെ ഉയർപ്പും യേശുവിൻ്റെ സ്വർഗാരോഹണവും എല്ലാം നമ്മൾ കാണാം. അവസാനം അവനോടൊപ്പം സ്വർഗത്തിലിരിക്കാനുള്ള ഒരു നിത്യ സൗഭാഗ്യം നമുക്ക് ചോദിച്ചു വാങ്ങാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധ മറിയത്തോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിൻ്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി.